അത് കാരണം സുധാ ശശിധരൻ മാതാജി എന്നോട് പറഞ്ഞ് ഇതില് കേറണം പറഞ്ഞിട്ട് എനിക്ക് ഇന്ന് ലിങ്ക് ഇട്ട് തന്നതാ. ഇരുന്നോളൂ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ലീവ് ചെയ്തോളൂ. ഹരേ കൃഷ്ണ. ലീവായിപ്പോയി. ലീവ് ആകുന്നില്ലല്ലോ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനാശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്ത വൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ശ്രീ ശ്രീ രാധാ ഗോവിന്ദ ടെമ്പിൾ ഇസ്കോൺ ബാംഗ്ലൂരിന്റെ 18 ദിവസത്തെ ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. മാതാജി ലീവ് ആകുന്നില്ല ഇത്. മാതാജി ശ്രീലതയാണ് ലീവ് ആകുന്നില്ല ഇത് ഇവിടെ. മാതാജി ഞാൻ ചെയ്തതുകൊണ്ടാണ്. ഞാൻ നിങ്ങളുടെ തന്നെത്താനെ ലീവ് ചെയ്യേണ്ടി വരും. അല്ല ഇവിടെ ആകുന്നില്ല, ടച്ച് ചെയ്തിട്ട് ആകുന്നില്ല. ശരി, ഞാൻ പറ്റേ. അപ്പൊ നമ്മള് അധ്യായം 6, ഇന്ന് അധ്യായം 6-ാമത്തെ അധ്യായമാണ് ധ്യാനയോഗം. അധ്യായം 6 ധ്യാനയോഗം. അതില് അഷ്ടാംഗയോഗ പദ്ധതിയെ കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ പറയുന്നത്. അതിനു മുന്നേ നമ്മൾ ഇന്നലെ 5-ാമത്തെ അധ്യായം കർമ്മയോഗം, കൃഷ്ണാവബോധത്തിൽ പ്രവർത്തനം അല്ലെ നമ്മൾ ഇന്നലെ കണ്ടത്. എന്താ നമ്മൾ ഇന്നലത്തെ അധ്യായത്തിൽ പറഞ്ഞത്? അർജുനൻ സംശയം ചോദിക്കായിരുന്നു കൃഷ്ണൻ ഭഗവാനോട്. കർമ്മം ഉപേക്ഷിക്കലാണോ അതോ ഭക്തിപുരസരം ചെയ്യുന്നതാണോ നല്ലതെന്ന് ഭഗവാനോട് അർജുനൻ ചോദിച്ചു. അപ്പൊ ഭഗവാൻ എന്ത് പറഞ്ഞു? ഭക്തിയുടെ സേവനമാണ് ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം എന്ന് പറഞ്ഞു കൊടുത്തു അല്ലെ. അപ്പൊ ഭക്തിയുടെ സേവനം തന്നെയാണ് ചെയ്യുന്നത് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു. പിന്നെന്താ പറഞ്ഞത്? അതിനൊരു ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് പരമപദം പ്രാപിക്കാനായിട്ട് സാധിക്കുന്നു കണ്ടു. പിന്നെ നമ്മൾ കർമ്മഫലം ആഗ്രഹിക്കുന്നില്ല. എന്തെങ്കിലും നമ്മളെന്ന് അറിയാതെ പിഴവോ തെറ്റോ സംഭവിച്ചു കഴിഞ്ഞാൽ അതിൽ നമുക്ക് എന്ത് വരും? നമ്മൾ വിചാരിച്ചതിന്റെ ഓപ്പോസിറ്റ് ഫലം നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. നമ്മൾ കണ്ടു അല്ലെ, അറിയാതെ ചെയ്യുന്ന മൃഗരാജാവിന്റെ കഥ നമ്മൾ പറഞ്ഞു. പിന്നെ ഭക്തിയുടെ സേവനം ചെയ്യുന്നവരുടെ ഫലങ്ങളൊന്നും അവർക്ക് താമരയിലെ വെള്ളം പോലെ കർമ്മഫലങ്ങൾ ബാധിക്കില്ല എന്നുള്ളത് നമ്മൾ കണ്ടു. നിത്യസന്യാസി കർമ്മഫലം ആഗ്രഹിക്കുന്നില്ല, അത് കർമ്മത്തിന്റെ ഫലങ്ങൾ ആഗ്രഹിക്കാത്ത വ്യക്തിയാണ്. പിന്നെ നമ്മളൊരു കാര്യം പറഞ്ഞു, കൃഷ്ണാവബോധത്തിലുള്ള ഒരു വ്യക്തി എപ്പോഴും എങ്ങനെയായിരിക്കും? കൃഷ്ണാവബോധത്തിലുള്ള ഒരു വ്യക്തി ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഭഗവാന് സമർപ്പിച്ച് ചെയ്യുന്ന കൊണ്ട് സമ്പൂർണ്ണ സമാധാനം നേടുണ്ടാവും. പക്ഷെ ശാരീരിക ബോധത്തിലുള്ള ഒരു വ്യക്തി, അതായത് ഭൗതികമായിട്ടുള്ള ബോധത്തിലുള്ള ഒരു വ്യക്തി എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? തനിക്ക് സ്വയം തന്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് എപ്പോഴും എന്തുണ്ടാവില്ല? സമാധാനം ഉണ്ടാവില്ല അല്ലെ. കാരണം ആ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം എന്തായിരിക്കും എന്നുള്ള ഉത്കണ്ഠയായിരിക്കും. അത് ആലോചിച്ച് ആ വ്യക്തിക്കുള്ള സമാധാനം ഉണ്ടാവില്ല. പക്ഷെ കർമ്മത്തിന്റെ ഫലം ആഗ്രഹിക്കാത്ത വ്യക്തിക്ക് കർമ്മം ചെയ്തു കഴിഞ്ഞോടെ പിന്നെ ചിന്തയില്ല അവിടെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും എന്ത് വേണം? കർമ്മത്തിന്റെ ഫലങ്ങൾ ആഗ്രഹിക്കാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് നമുക്ക് അവിടെ മനസ്സിലാക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു, നമ്മുടെ മനസ്സ്, ബുദ്ധി, വിശ്വാസം, ആശ്രയം ഇതെല്ലാം ഭഗവാനിൽ ഉറപ്പിച്ച് നിർത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് സാധിക്കും? മുക്തിമാർഗത്തിൽ മുന്നേറാനായിട്ട് സാധിക്കുന്നത് കണ്ടു. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു? ഭഗവാന് നമ്മൾ എങ്ങനെയാണ്
നമ്മുടെ ഭൗതിക ക്ലേശങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഭഗവാൻ എങ്ങനെ മനസ്സിലാക്കണം? പരമാസ്വാദകനാണ് ഭഗവാൻ, പരമാധികാരിയാണ് ഭഗവാൻ, പരമസുഹൃത്തും കൃഷ്ണനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അല്ലെ? എങ്ങനെയാണ് ഭഗവാനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? യജ്ഞങ്ങളുടെയും തപസ്സുകളുടെയും ഭോക്താവും ലോകങ്ങളുടെയും അധിപനാണ്, ജീവികളുടെയും സുഹൃത്താണ്, അഭ്യുതകാംക്ഷിയാണെന്ന് ഭഗവാന് അങ്ങനെയായിരിക്കണം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമുക്ക് ഭൗതിക ക്ലേശങ്ങളൊന്നും നമുക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരുന്നില്ല. നമുക്ക് ക്ലേശങ്ങൾ അനുഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതൊക്കെ നമ്മൾ മറന്നു പോകുന്നതുകൊണ്ട്. ഭഗവാൻ പരമാസ്വാദകനാണ്, പരമാധികാരിയാണ്, പരമസുഹൃത്താണ് ഭഗവാൻ. ഇത് നമ്മൾ മറന്നു പോകുമ്പോഴാണ് നമ്മൾക്ക് എന്ത് വരുന്നത്? ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നത്. പിന്നെ ഇതിൽ നമ്മൾ ഏത് മത്സ്യം കുഞ്ഞിനെ വളർത്തുന്നതും ആമ മുട്ടയിടുന്നതും മുട്ട വിരിയിക്കുന്നതും അതുപോലെ ആയിരിക്കണം. പിന്നെ നോട്ടത്തിലൂടെ പറ്റി പറഞ്ഞു അല്ലെ? അപ്പൊ ഇതില് ശാന്തി ശ്ലോകം എന്നറിയപ്പെടുന്നത് ഏത് ശ്ലോകാണ്? 29ാമത്തെ ശ്ലോകം. 29ാമത്തെ ശ്ലോകം പറഞ്ഞത് ഭോക്താരം യജ്ഞ തപസാം സർവലോക മഹേശ്വരം സുഹൃദം സർവഭൂതാനാം ശാന്തി. ഇനി നമുക്ക് 6ാമത്തെ അധ്യായം ധ്യാനയോഗം. അധ്യായം 6 ധ്യാനയോഗം. ശ്രീ ശ്രീ രാധാ ഗോവിന്ദ് കി ജയ്, ശ്രീല പ്രഭുപാദ് കി ജയ്. ശ്ലോകം 1. ശ്രീ ഭഗവാനുവാച അനാശ്രിത കർമ്മ ഫലം കാര്യം കർമ്മ കരോതി യഃ സ സന്യാസി ച യോഗി ച ന നിരന്തിർന ചാക്രിയഃ. ഭഗവാൻ പറഞ്ഞു, കർമ്മത്തിന്റെ ഫലത്തിൽ ആസക്തി ഇല്ലാതെ ധാർമ്മിക ബാധ്യത എന്ന നിലയിൽ കർമ്മം ചെയ്യുന്ന ആളാണ് സന്യാസി. അയാളാണ് യഥാർത്ഥ യോഗിയും, അല്ലാതെ അഗ്നിഹോത്രം ഉപേക്ഷിച്ചവനോ കടമ നിർവഹിക്കാത്തവനോ അല്ല. അപ്പൊ ഭഗവാൻ പറഞ്ഞത് കർമ്മത്തിന്റെ ഫലത്തിൽ ആസക്തി ഇല്ലാതെ ധാർമ്മികമായ ബാധ്യത എന്ന നിലയിൽ കർമ്മം ചെയ്യുന്ന ആളാണ് ആര്? സന്യാസി. അയാളാണ് ആര്? യഥാർത്ഥ യോഗി, അല്ലാതെ അഗ്നിഹോത്രം ഉപേക്ഷിച്ചവനോ കടമ നിർവഹിക്കാത്തവനോ അല്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഭഗവാൻ പറയുന്നത് കർമ്മത്തിന്റെ ഫലത്തിൽ ആസക്തി ഇല്ലാതെ നമ്മൾ കർമ്മം ചെയ്യുന്നു, അതിന്റെ ഫലത്തിൽ നമുക്ക് ഒരിക്കലും ആസക്തിയില്ല. എന്നിട്ട് നമ്മൾ എങ്ങനെ ചെയ്യുന്നു? നമ്മുടെ ധാർമ്മികമായ ഒരു ബാധ്യതയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഉത്തരവാദിത്തം അല്ലെങ്കിൽ കടമയാണെന്ന് വിചാരിച്ച് കർമ്മം ചെയ്യുന്ന ആളെ നമുക്ക് എന്ത് പറയാം? സന്യാസി എന്ന് പറയാം. അയാളാണ് ആര്? യഥാർത്ഥ യോഗി, അല്ലാതെ അഗ്നിഹോത്രം ഉപേക്ഷിച്ചവൻ. അഗ്നിഹോത്രം ഉപേക്ഷിക്കാന്ന് വെച്ചാല് ഒരു സന്യാസി അല്ലെങ്കിൽ ഒരു യോഗിക്ക് നിത്യവും ചെയ്യേണ്ടതായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഉപേക്ഷിച്ചവനോ കടമ നിർവഹിക്കാത്തവനോ അല്ല ആര്? ഒരു യോഗിയും അല്ലെങ്കിൽ സന്യാസിയും എന്ന് പറയുന്നത്. അപ്പൊ നമ്മളോട് ചോദിക്കാണ് കുറെ ഇങ്ങനെ പിക്ചറുകൾ കാട്ടിയിട്ട് ഇതിനെയാണോ യോഗ എന്ന് പറയുന്നത് ചോദിക്കുക. നമുക്ക് ഇങ്ങനെ ഈ ശരീരം ഇങ്ങനെ വളച്ചു കുത്തി നിൽക്കുന്നതിനെ യോഗ എന്ന് പറയാൻ സാധിക്കോ? ഈ തല മണ്ണിൽ കുഴിച്ചിട്ട് നിൽക്കുന്നതിനെ യോഗ എന്ന് പറയാൻ സാധിക്കോ? ഇതിനൊക്കെ യോഗ എന്ന് പറയാൻ സാധിക്കോ എന്നാണ് ചോദിക്കുന്നത്. ഇതൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത്? ശരീരത്തിന് കൊടുക്കുന്ന ക്ലേശങ്ങളാണ് ഇതൊക്കെ അല്ലെ? ഇതിനെ ഒന്നും യോഗ എന്ന് പറയാൻ സാധിക്കില്ല. എന്താണ് യോഗ? അപ്പൊ ദൈവവുമായി ബന്ധിപ്പിക്കുന്നതിന്, അതായത് ഭഗവാനുമായിട്ട് ബന്ധിപ്പിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? യോഗ എന്ന് പറയുന്നത്. കർമ്മയോഗ, കർമ്മം ഭഗവാനുമായിട്ട് ബന്ധിപ്പിക്കാൻ. ജ്ഞാനയോഗം, അഷ്ടാംഗ യോഗ, ഭക്തി യോഗ. അപ്പൊ എല്ലാം എന്താണ്? ഭഗവാനുമായിട്ട് ബന്ധിപ്പിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യോഗം എന്ന് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഈ അധ്യായം 6ാമത്തെ അധ്യായം ഇവിടെ പറയുന്നത് സാധാരണ ജനങ്ങൾക്ക് വിശേഷിച്ചും കലിയുഗത്തിൽ പ്രയാസമേറിയ പ്രക്രിയയാണിത്. ഏത്? അഷ്ടാംഗ യോഗ പദ്ധതി. ഈ മാർഗത്തെ കുറിച്ചാണ് ഈ അധ്യായത്തില് ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രിക്കുന്ന അഷ്ടാംഗ യോഗ പദ്ധതിയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പക്ഷെ ഇത് സാധാരണ ജനങ്ങൾക്ക് വിശേഷിച്ചും കലിയുഗത്തില് പ്രയാസമേറിയിട്ടുള്ള പ്രക്രിയയാണ്. അതുകൊണ്ട് അഷ്ടാംഗ യോഗ ചര്യയെ കുറിച്ച് ഈ അധ്യായത്തിൽ പ്രതിപാദിക്കുന്നുണ്ടെങ്കിലും കർമ്മയോഗം, കൃഷ്ണാവബോധത്തോടുള്ള പ്രവർത്തനം തന്നെയാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളതെന്ന് ഇവിടെ പറയുന്നുണ്ട്. പക്ഷെ എന്നാലും എന്തിനെ കുറിച്ച് പറയുന്നു? അഷ്ടാംഗ യോഗയെ കുറിച്ച് പറയുന്നു. അപ്പൊ അഷ്ടാംഗ യോഗയുടെ 8 പടവുകളാണ് ആദ്യം തന്നിരിക്കുന്നത്. അഷ്ടാംഗ യോഗയുടെ 8 പടവുകൾ ഏതൊക്കെയാണ്? യമ, നിയമ, ആസന, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാന, സമാധി. ഏതൊക്കെയാണ്? യമ, നിയമ, ആസന, പ്രാണായാമം,
പ്രത്യാഹാരം, ധാരണ, ധ്യാന, സമാധി. ഇതാണ് എന്ത് അഷ്ടാംഗ യോഗയുടെ 8 പടവുകൾ എന്ന് പറയുന്നത്. ഫസ്റ്റ് യമം. യമം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഉപേക്ഷിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളാണ് എന്തിൽ പറയുന്നത്? യമം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നിയന്ത്രിക്കേണ്ടതായിട്ടുള്ളത്, ഉപേക്ഷിക്കേണ്ടതായിട്ടുള്ള ചിലതിനെ നമുക്ക് എന്ത് പറയാം? യമ എന്ന് പറയാം. നമ്മൾ ഉപേക്ഷിക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ നിയന്ത്രിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്? യമം എന്ന് പറയുന്നത്. നിയമം എന്ന് പറഞ്ഞാല് നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ പരിശീലിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എന്തിൽ പറയാം? നിയമം എന്ന് പറയാം. അപ്പൊ യമം എന്ന് പറഞ്ഞാല് നമ്മൾ ഉപേക്ഷിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങള് യമം എന്ന് പറയാം. നമ്മൾ ചെയ്യുന്ന കുറെ പ്രവർത്തികള് നമുക്ക് ചിലപ്പോൾ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരാം. അപ്പൊ അതിനെ നമുക്ക് യമത്തിൽ പറയാം. നിയമം എന്ന് പറഞ്ഞാൽ നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ളത് അല്ലെങ്കിൽ അനുസരിക്കേണ്ടതായിട്ടുള്ള പ്രവർത്തികളെ നമുക്ക് എന്ത് പറയാം? നിയമം എന്ന് പറയാനായിട്ട് സാധിക്കും. ഇപ്പൊ നമ്മൾ രാവിലെ നേരത്തെ എഴുന്നേൽക്കുക, അപ്പൊ അത് നമ്മളത് പരിശീലിച്ച് കൊണ്ടുവരേണ്ടതായിട്ടുള്ള കാര്യമായിരിക്കും അത്. അപ്പൊ അത് നമുക്ക് എന്തിൽ പറയാം? നിയമത്തിൽ പറയാം. ആസന. ആസന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? മെഡിറ്റേഷൻ സീറ്റ്. ആ ഇരിക്കുന്ന ആ മെഡിറ്റേഷന്റെ പോസ്റ്ററിന് നമുക്ക് എന്ത് പറയാം? ആസന എന്ന് പറയാം. മെഡിറ്റേഷൻ സീറ്റിന് ആസന എന്ന് പറയാം. പ്രാണായാമം. പ്രാണായാമം എന്ന് വെച്ചാൽ എന്താണ്? ശ്വാസത്തെ നിയന്ത്രിക്കുക. അതിന് നമുക്ക് എന്ത് പറയാം? പ്രാണായാമം. അപ്പൊ യമം, നിയമം, ആസന, പ്രാണായാമം. യമം എന്ന് വെച്ചാല് നമ്മള് ഉപേക്ഷിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങള്. നിയമം എന്ന് പറഞ്ഞാല് നമ്മൾ പരിശീലിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങള്. ആസനം എന്ന് പറഞ്ഞാല് ആ ഇരിക്കുന്ന ഒരു പൊസിഷൻ, സീറ്റ്, മെഡിറ്റേഷൻ സീറ്റ്, പോസ്റ്ററിന് നമുക്ക് എന്ത് പറയാം? ആസന. പ്രാണായാമം എന്ന് വെച്ചാല് ശ്വാസത്തെ നിയന്ത്രിക്കുന്നതാണ് എന്ത്? പ്രാണായാമം. ഇനി പ്രത്യാഹാരം. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക. ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് പിൻവലിക്കുന്നതിനെ നമുക്ക് എന്ത് പറയാം? പ്രത്യാഹാരം എന്ന് പറയാം. പ്രത്യാഹാരം. ധാരണ എന്ന് പറഞ്ഞാല് കോൺസെൻട്രേഷൻ എന്നാണ് നമുക്ക് എന്ത് പറയാം? അതായത് എന്തെങ്കിലും ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരു സ്ഥലത്തെ അതിനെന്തെങ്കിലും കേന്ദ്രീകരിച്ച് അതായത് നമ്മൾ ഫുള്ള് കേന്ദ്രീകരിച്ച് ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് എന്ത് പറയുന്നത്? ധാരണ. അതായത് കോൺസെൻട്രേഷൻ, ശ്രദ്ധ. ധ്യാനം എന്ന് പറഞ്ഞാല് ഡീപ്പ് കോൺസെൻട്രേഷൻ. ധ്യാനം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനേക്കാൾ സാധാരണ ഒരു ശ്രദ്ധയല്ല പോണത്, അവിടെ ഭയങ്കരമായിട്ടുള്ള ഒരു കോൺസെൻട്രേഷൻ, ഡീപ്പായിട്ടുള്ള കോൺസെൻട്രേഷൻ എന്ന് പറയാം. അതാണ് എന്ത് പറയുന്നത്? ധാരണ, ധ്യാനം. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് സമാധി. സമാധി എന്ന് വെച്ചാൽ എന്താണ്? നമ്മളാ ധ്യാനത്തിലൂടെ നമുക്ക് സാക്ഷാത്കരിച്ച് നമ്മള് പിന്നെന്താണ്? കണ്ണടച്ചാലും കണ്ണ് തുറന്നാലും നമുക്ക് ആരെ തന്നെ കാണാൻ സാധിക്കും? നമ്മൾ ആ ധ്യാനത്തിലൂടെ സാക്ഷാത്കരിച്ച ആ രൂപം മാത്രം കാണാൻ സാധിക്കുക. പരമാനന്ദം അനുഭവിക്കുന്ന ഒരവസ്ഥ. അതാണ് എന്ത്? സമാധി എന്ന് പറയുന്നത്. വേറെ ഒന്നുമില്ല. പിന്നെ നമുക്ക് ആ കണ്ണടച്ചാലും കണ്ണ് തുറന്നാലും ആ ഒരു രൂപം മാത്രം. പിന്നെ നമ്മൾ പരമാനന്ദം അനുഭവിക്കുന്ന ഒരു അവസ്ഥയാണ് എന്ത്? സമാധി. അപ്പോ അഷ്ടാംഗ യോഗയുടെ 8 പടവുകൾ എന്ന് പറയുന്നത് യമ, നിയമ, ആസന, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാന, സമാധി. അതാണ് എന്ത്? അഷ്ടാംഗ യോഗയുടെ 8 പടവുകൾ എന്ന് പറയുന്നത്. ഇതാണ് യമ, നിയമ, ആസന, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാന, സമാധി. മാതാജി പ്രത്യാഹാരം ഒന്നുകൂടെ പറയുമോ? യമ, നിയമ, ആസന, പ്രാണായാമം, പ്രത്യാഹാരം. പ്രത്യാഹാരം എന്ന് വെച്ചാല് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാം മാതാജി. ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് പിൻവലിക്കുന്നതിനാണ് പ്രത്യാഹാരം എന്ന് പറയുന്നത്. ഹരേ കൃഷ്ണ മാതാജി. ഉത്തരേതാത്മനാത്മാനം ആത്മനാമാവസാദയേത് ആത്മവൈഹ്യാത്മനോ ബന്ധുരാത്മൈവാരിപുരാത്മനഃ. മനുഷ്യൻ മനസ്സിന്റെ സഹായത്തോടെ സ്വയം ഉദ്ധരിക്കണം, അധപതിക്കരുത്. ഭക്തനായ ആത്മാവിനെ തന്റെ മനസ്സാണ് ബന്ധു, അത് തന്നെയാണ് ശത്രുവ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഈ അഷ്ടാംഗ യോഗ പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? നമുക്ക് ഇന്ദ്രിയങ്ങളെ മനസ്സിനൊക്കെ നിയന്ത്രിക്കാൻ സാധിക്കുക. അതിനൊക്കെയാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പൊ മനുഷ്യൻ എന്ത് ചെയ്യണം? മനസ്സിന്റെ സഹായത്തോടെ സ്വയം ഉദ്ധരിക്കണം, അധപതിക്കാൻ പാടില്ല. ഭക്തനായ ആത്മാവിനെ സംബന്ധിച്ച് തന്റെ മനസ്സാണ് എന്ത്? ബന്ധുവായിട്ടിരിക്കുന്നതും അത് തന്നെയാണ് നമ്മുടെ ശത്രുവായിട്ടിരിക്കുന്നത്. ബന്ധുവും ശത്രുവും ആര് തന്നെയാണ്? മനസ്സ് തന്നെയാണ്. എങ്ങനെയുള്ളവരെ സംബന്ധിച്ച്? ബദ്ധനായിട്ടുള്ള ആത്മാവിനെ സംബന്ധിച്ച്, ബന്ധനത്തിലുള്ള ഒരു ആത്മാവിനെ സംബന്ധിച്ച് മനസ്സ് തന്നെയാണ് ഉറ്റമിത്രവും ശത്രുവുമായിട്ടിരിക്കുന്നത്. മനുഷ്യൻ എന്ത് ചെയ്യണം? മനസ്സിന്റെ സഹായത്തോടെ സ്വയം ഉദ്ധരിക്കണം, അധപതിക്കരുത്. ബദ്ധനായ ഒരു ആത്മാവിനെ സംബന്ധിച്ച് മനസ്സ് തന്നെയാണ് ബന്ധു, അത് തന്നെയാണ് ശത്രുവായിട്ടിരിക്കുന്നതും. ഈ മനസ്സാണ് നമ്മുടെ ഉറ്റ ശത്രുവായിട്ടും ഉറ്റ മിത്രമായിട്ടും നിൽക്കുന്നത് ആരാണ്?
മനസ്സ് തന്നെയാണ്. ശത്രുവായിട്ടും നിൽക്കും, മിത്രമായിട്ടും ആരുണ്ടാവും? ഈ മനസ്സുണ്ടാവും. അപ്പൊ എങ്ങനെയുള്ളവരാണ് മിത്രമായിട്ട് നിൽക്കുന്നത്? എങ്ങനെയാണ് ശത്രുവായിട്ടിരിക്കുന്നത്? ബന്ധുരാത്മാത്മനസ്തസ്യ യേനാത്മൈവാത്മനാജിതഃ അനാത്മനസ്തു ശത്രുത്തെ വർത്തേതാത്മൈവ ശത്രുവത്. മനസ്സിനെ ജയിച്ചവന് മനസ്സ് തന്നെയാണ് ഉത്തമ സുഹൃത്ത്. അതിന് കഴിയാത്തവനാകട്ടെ മനസ്സ് പരമശത്രുവായിരിക്കും. അപ്പൊ മനസ്സിനെ ജയിച്ചാല് മനസ്സ് തന്നെയാണ് ഉറ്റ സുഹൃത്തായിട്ടിരിക്കുന്നത്. അതിന് കഴിയാതെ വന്നാല് മനസ്സാരായിരിക്കും? പരമശത്രുവായിരിക്കും. അപ്പൊ മനസ്സിനെ ജയിച്ചാൽ മനസ്സ് ഉറ്റ സുഹൃത്തായിരിക്കും. അതിന് കഴിയാതെ വന്നാൽ മനസ്സ് പരമശത്രുവുമായിരിക്കും. ഇപ്പൊ പറയുന്നത് മനസ്സിനെ ജയിച്ചവന് മനസ്സ് തന്നെയായിരിക്കും ഉറ്റ സുഹൃത്ത്. അതിന് കഴിയാത്തവനാണെങ്കിലോ മനസ്സ് പരമശത്രുവുമായിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പൊ മനസ്സ് സുഹൃത്തായിട്ടിരിക്കുന്നത് ആരുടെയാണ്? മനസ്സിനെ ജയിച്ചവന്റെ. മനസ്സിനെ ജയിക്കാത്തവന്റെ മനസ്സാരായിരിക്കും? പരമശത്രുവായിരിക്കും. അപ്പൊ ജയിച്ചവനാണെങ്കിൽ സുഹൃത്തായിരിക്കും, ആ മനസ്സിനെ ജയിക്കാൻ സാധിച്ചില്ലെങ്കിൽ ശത്രുവായിരിക്കും. ആ ശത്രുവിന്റെ കൂടെ പിന്നെ നമ്മൾ ജീവിതം മുഴുവനും ജീവിക്കേണ്ടതായിട്ട് വരും, അല്ലെ? കാരണം മനസ്സ് പരമശത്രു ആയിക്കഴിഞ്ഞാൽ ഒരു ശത്രുവിന്റെ കൂടെ ഒരു 10 മിനിറ്റ് പോലും നിൽക്കാൻ നമുക്ക് സാധിക്കില്ല. അങ്ങനെയുള്ള ഒരു ശത്രുവിന്റെ കൂടെ പിന്നെ നമ്മൾ എന്ത് വേണ്ടി വരും? നമ്മളെ ജീവിതകാലം മുഴുവനും നമ്മൾ ജീവിക്കേണ്ടതായിട്ട് വരും. അപ്പൊ നമുക്ക് മനസ്സിനെ എന്താക്കി മാറ്റണം? സുഹൃത്താക്കിയിട്ട് മാറ്റാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ചിദാത്മനാ പ്രശാന്തസ്യ പരമാത്മാ സമാഹിതഃ ശീതോഷ്ണ സുഖ ദുഃഖേഷു തഥാ മാനാപമാനയോഃ. മനസ്സിനെ കീഴടക്കിയവൻ ശാന്തി നേടുകയാൽ പരമാത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞു. അങ്ങനെയുള്ള ഒരാൾക്ക് തണുപ്പും ചൂടും സുഖവും ദുഃഖവും മാനവും അപമാനവും എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പൊ മനസ്സിനെ കീഴടക്കി കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് എന്ത് സാധിക്കും? ശാന്തി നേടാനായിട്ട് സാധിക്കും, പരമാത്മാവിനെ പ്രാപിക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള ഒരാൾക്ക് ചൂടും തണുപ്പും സുഖവും ദുഃഖവും മാനവും അപമാനവും എല്ലാം ഒരുപോലെ തന്നെയായിരിക്കും. അപ്പൊ മനസ്സിനെ കീഴടക്കി കഴിഞ്ഞാൽ ശാന്തി നേടുന്നത് കൊണ്ട് തന്നെ പരമാത്മാവിനെ പ്രാപിക്കാൻ ആ വ്യക്തിക്ക് സാധിക്കും. അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ച് ചൂടും തണുപ്പും സുഖവും ദുഃഖവും മാനവും അപമാനവും എല്ലാം എങ്ങനെയായിരിക്കും? ഒരേപോലെ തന്നെ ആയിരിക്കും. ജ്ഞാന വിജ്ഞാന തൃപ്താത്മാ കുടസ്ഥോ വിജിതേന്ദ്രിയഃ യുക്ത ഇത്യുച്യതേ യോഗി സമലോഷ്ടാശ്മ കാഞ്ചനഃ. ജ്ഞാനം കൊണ്ടും സാക്ഷാത്കാരം കൊണ്ടും തികച്ചും സംതൃപ്തനായ ഒരാളെ ആത്മസാക്ഷാത്കാരനിഷ്ഠനായ യോഗി എന്ന് പറയാം. ആത്മസംയമിയായ അയാൾ അഭൗതികതയിൽ സ്ഥിതി ചെയ്യുന്നു. അയാളുടെ ദൃഷ്ടിയിൽ കല്ലും മണ്ണും സ്വർണവും ഒന്നുപോലെ തന്നെയാണ്. അപ്പൊ ജ്ഞാനം കൊണ്ടും സാക്ഷാത്കാരം കൊണ്ടും തികച്ചും സംതൃപ്തനായിട്ടുള്ള ഒരാളെ എന്തെന്ന് പറയാം? ആത്മസാക്ഷാത്കാരനിഷ്ഠനായിട്ടുള്ള യോഗി എന്ന് പറയാനായിട്ട് സാധിക്കും. ജ്ഞാനം കൊണ്ടും സാക്ഷാത്കാരം കൊണ്ടും തികച്ചും സംതൃപ്തനായിട്ടുള്ള ഒരു വ്യക്തിയെ ആത്മസാക്ഷാത്കാരനിഷ്ഠനായ യോഗി എന്ന് പറയാം. ആത്മസംയമി ആയിട്ടുള്ള ആ വ്യക്തി എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? അഭൗതികതയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഭൗതികതയിലല്ല, അഭൗതികതയിലാണ് ആ വ്യക്തി സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ അയാളുടെ കണ്ണിൽ എങ്ങനെയാണ്? കല്ലും മണ്ണും സ്വർണവും എല്ലാം ഒരുപോലെ തന്നെയായിരിക്കും. കാരണം ആ വ്യക്തി ഭൗതികതയിൽ നിന്ന് മാറി ആത്മീയത്തിലേക്ക് കടന്നു. അതുകൊണ്ട് അഭൗതികതയിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയാം. അപ്പൊ അയാളുടെ ദൃഷ്ടിയില് കല്ലും മണ്ണും സ്വർണവും എല്ലാം എങ്ങനെയാണ്? ഒരേപോലെ തന്നെ ആയിരിക്കുമെന്ന് പറയാം. കൃഷ്ണാവബോധത്തിന്റെ ശാസ്ത്രമാണ് ഭഗവത്ഗീത. ലൗകിക പാണ്ഡിത്യം കൊണ്ട് ആർക്കും കൃഷ്ണാവബോധം ഉദിക്കില്ല. അതിന് വിശുദ്ധ പ്രജ്ഞനായ ഒരാളുമായി സഹവസിക്കാനുള്ള ഭാഗ്യമുണ്ടാകണം. കൃഷ്ണന്റെ കരുണ മൂലം ജ്ഞാനത്തെ സാക്ഷാത്കരിച്ച ആളാണ് കൃഷ്ണാവബോധമാർന്ന ഭക്തൻ. അപ്പൊ കൃഷ്ണാവബോധത്തിന്റെ ശാസ്ത്രമാണെന്ത്? ഭഗവത്ഗീത എന്ന് പറയുന്നത്. ഭഗവത്ഗീതയിലെ ഓരോ താളുകളിലും ആരെ കുറിച്ചാ പറയുന്നത്? പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ചാണ് പറയുന്നത്. ഈ ലൗകികമായ പാണ്ഡിത്യം കൊണ്ട് ആർക്കും എന്തുണ്ടാവില്ല? കൃഷ്ണാവബോധം ഉദിക്കില്ല. അതിനെന്ത് വേണം? വിശുദ്ധ പ്രജ്ഞനായിട്ടുള്ള ഒരു ഗുരുവുമായിട്ട് ഒരാളായിട്ട് സഹവസിക്കാനുള്ള ഒരു ഭാഗ്യം നമുക്ക് ഉണ്ടാകണം. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് അങ്ങനെ ആ ജ്ഞാനത്തെ സാക്ഷാത്കരിച്ച ആളെ നമുക്ക് എന്ത് പറയാം? കൃഷ്ണാവബോധമാർന്ന ഭക്തൻ എന്ന് പറയാനായിട്ട് സാധിക്കും. ശുദ്ധ ഭക്തിപൂർവകമായ സേവനത്താൽ സംതൃപ്തനാണ് ആ വ്യക്തി. ജ്ഞാന സാക്ഷാത്കാരം ഒരാളെ പൂർണ്ണതയിൽ എത്തിക്കുന്നു. അപ്പൊ ആ ജ്ഞാന സാക്ഷാത്കാരം ഒരാളെ പരിപൂർണതയിലേക്ക് എത്തിക്കുന്നു എന്ന് മനസ്സിലാക്കാം നമുക്ക്. ഇനി ഭക്തിരസാമൃത സിന്ധു ഇതിൽ പറയുന്ന ഒരു ശ്ലോകാണ്. അഥ ശ്രീകൃഷ്ണ നാമാധി നാഭാവേദ്ഗ്രാഹ്യമിന്ദ്രിയൈഹി സേവോന്മുഖേഹി ജിഹ്വാതൗ സ്വയമേവാസുരത്യതഃ.
അതായത് ഭക്തി രസാമൃത സിന്ധു എന്ന് വെച്ചാൽ ഭക്തിയിലെ അമൃത ഉൾക്കൊള്ളുന്ന ഒരു കടൽ എന്ന് പറയാം നമുക്ക്. ഭക്തി ഒരിക്കലും നശിക്കാത്ത അമൃതത്തിന്റെ ഒരു കടൽ, അതാണ് ഇതിന്റെ അർത്ഥം. ഭക്തി രസാമൃത സിന്ധു ഒരു പുസ്തകമാണ്, ഗ്രന്ഥമാണ് അത്. ഭക്തിയെ കുറിച്ച് പറയുന്ന ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്. അപ്പൊ അതില് എന്താ പറയുന്നത്? അഥ ശ്രീകൃഷ്ണ നാമാതി ന ഭാവേഗ്രാഹ്യം ഇന്ദ്രിയൈഹി സേവോന്മുഖേഹി ജിഹ്വാതോ സ്വയമേവാസ്ഫുരത്യതഃ. ഭൗതിക മാലിന്യം പൂണ്ട ഇന്ദ്രിയങ്ങളാൽ ശ്രീകൃഷ്ണന്റെ നാമരൂപ ഗുണലീല എന്നിവകളുടെ സ്വഭാവം ആർക്കും ഗ്രഹിക്കാനാവില്ല. ഭഗവത് സേവനം കൊണ്ട് പരിപൂരിതനാക്കുമ്പോൾ മാത്രമേ ഒരാൾക്ക് കൃഷ്ണന്റെ അതീന്ദ്രിയ ലീലകളെയും നാമരൂപ ഗുണം ഇത്യാദികളെയും അറിയാൻ സാധിക്കൂ. അപ്പോൾ ഇവിടെ പറയുന്നത് ഭൗതിക മാലിന്യം പൂണ്ട ഇന്ദ്രിയങ്ങളാൽ കൃഷ്ണന്റെ നാമം, രൂപം, ഗുണം, ലീലകള് ഇതിന്റെ സ്വഭാവം നമുക്ക് ആർക്കും ഗ്രഹിക്കാൻ സാധിക്കില്ല. അപ്പൊ നമ്മുടെ ഇന്ദ്രിയങ്ങൾ എങ്ങനെയാണെന്ന് പറയുന്നത്? ഭൗതിക മാലിന്യം നിറഞ്ഞതാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഫുള്ള് മാലിന്യം നിറഞ്ഞ ഇന്ദ്രിയങ്ങളാണ് നമ്മുടെ ഇന്ദ്രിയങ്ങള്. അതായത് നമ്മള് കാമ, ക്രോധ, ലോഭം, മതം, മോഹം, മാത്സര്യം ഇതൊക്കെ നിറഞ്ഞതാണ് എന്ത്? നമ്മുടെ ഇന്ദ്രിയങ്ങള്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് സാധിക്കില്ല? ഭഗവാന്റെ നാമോ, രൂപ, ഗുണോ, ലീലകളൊന്നും ഗ്രഹിക്കാനായിട്ട്, അതിന്റെ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാനായിട്ടോ ഗ്രഹിക്കാൻ നമുക്ക് സാധിക്കില്ല. നമുക്ക് എങ്ങനെയാ അത് സാധിക്കുന്നത്? ഭഗവാന്റെ സേവനം ചെയ്ത് 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 നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ മാലിന്യം പോകുമ്പോ, ആ ഭൗതിക മാലിന്യം മാറുമ്പോ മാത്രമേ കൃഷ്ണന്റെ അതീന്ദ്രിയ ലീലകളെയും നാമരൂപഗുണം ലീലകളെയും അറിയാൻ സാധിക്കൂ. ഭക്തിരസാമൃത സിന്ധുവിൽ പറയുന്നതാണ്. അപ്പൊ നമ്മുടെ ഇന്ദ്രിയങ്ങൾ എങ്ങനെയാണ്? മാലിന്യം നിറഞ്ഞതാണ്. നമ്മൾ എത്രത്തോളം ഭഗവാന് സേവനം ചെയ്യുക, ഭഗവാന്റെ നാമം ജപിക്കുക, ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ പതുക്കെ പതുക്കെ എന്ത് മാറും? നമ്മുടെ മാലിന്യങ്ങളെല്ലാം മാറി നമുക്കത് ഗ്രഹിക്കാനായിട്ട് സാധിക്കും. നാത്യശ്നതസ്തു യോഗോസ്തി നാചൈകാന്തം മനശ്നതഃ നാചാതി സ്വപ്നശീലസ്യ ജാഗ്രതോ നൈവ ചാർജുന. അപ്പൊ ഇത്രയും നേരം എന്താ പറഞ്ഞത്? മനസ്സിനെ നിയന്ത്രിക്കുന്നതിനെ കുറിച്ചാ ഭഗവാൻ അർജുനനോട് പറഞ്ഞു കൊടുത്തത്. ഇനി ഭഗവാൻ പറയാണ്, മനസ്സിനെ മാത്രം നിയന്ത്രിച്ചാ പോരാ അർജുന. വളരെ കുറച്ച് മാത്രം ഭക്ഷിക്കുന്നവർക്കും ഏറെ ഭക്ഷിക്കുന്നവർക്കും ഉറക്കമില്ലാത്തവർക്കും വേണ്ടതിലേറെ ഉറങ്ങുന്നവർക്കും യോഗിയാവാൻ കഴിയില്ല. ഇനി ഭഗവാൻ എന്താ പറയുന്നത്? ഒരു യോഗിയാവണമെങ്കിൽ നീ മനസ്സിനെ മാത്രം നിയന്ത്രിച്ചാ പോരാ, വേറെ എന്ത് വേണം? വളരെ കൂടുതൽ ഭക്ഷിക്കുന്നവർക്കും കുറച്ച് ഭക്ഷിക്കുന്നവർക്കും കുറെ ഉറങ്ങുന്നവർക്കും കുറച്ച് ഉറങ്ങുന്നവർക്കും ആരാകാൻ സാധിക്കില്ല? യോഗിയാവാൻ സാധിക്കില്ല. അപ്പൊ ഭക്ഷണം മാത്രം നിയന്ത്രിച്ചാ പോരാ, മനസ്സിനെ മാത്രം നിയന്ത്രിച്ചാ പോരാ, ഭക്ഷണവും നിയന്ത്രിക്കണം, ഉറക്കവും നിയന്ത്രിക്കണം. എങ്കിൽ മാത്രമേ ഒരാൾക്ക് യോഗിയാവാൻ സാധിക്കുള്ളൂ എന്നൂടെ ഭഗവാൻ പറയാണ്. യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്ത സ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖഃ. ഇനി എന്താ പറയണത്? ആഹാരം, നിദ്ര, വിഹാരം, പ്രവൃത്തി എന്നിവയിൽ നിയന്ത്രണം പാലിക്കുന്നവന് യോഗാ പരിശീലനം കൊണ്ട് സർവ്വ ദുഃഖങ്ങളും അകറ്റാൻ സാധിക്കും. ഇവിടെ പറഞ്ഞത് ആഹാരം, നിദ്ര, വിഹാരം, പ്രവൃത്തി ഈ കാര്യങ്ങളിലും നിയന്ത്രണം പാലിക്കണം. ആഹാരം നിയന്ത്രിക്കണം, നിദ്ര നിയന്ത്രിക്കണം, വിഹാരം നിയന്ത്രിക്കണം, ഇന്ദ്രിയങ്ങൾ നിയന്ത്രിക്കണം, പ്രവർത്തികൾ നിയന്ത്രിക്കണം. ഇത്രയും കൂടി നിയന്ത്രിച്ചാലേ നമുക്ക് എന്ത് സാധിക്കുള്ളൂ? സർവ്വ ദുഃഖങ്ങളും അകറ്റാനായിട്ട് സാധിക്കുള്ളൂ. ആഹാരം, നിദ്ര, വിഹാരം, പ്രവർത്തി ഇതും കൂടി നിയന്ത്രിച്ചാലേ നമുക്ക് എന്ത് സാധിക്കുള്ളൂ? യോഗാ പരിശീലനം കൊണ്ട് സർവ്വ ദുഃഖങ്ങളും അകറ്റാനായിട്ട് സാധിക്കുന്നുള്ളൂ. യോമാം പശ്യതി സർവത്ര സർവം മയി പശ്യതി തസ്യാഹം ന പ്രണശ്യാമി സചാമേന പ്രണശ്യതി. എവിടെയും ഞാൻ കുടികൊള്ളുന്നതായും എല്ലാം എന്നിൽ അടങ്ങുന്നതായും കാണുന്നവൻ ഞാൻ ഒരിക്കലും നഷ്ടപ്പെടുകയില്ല, എനിക്ക് അവനും നഷ്ടപ്പെട്ടു പോവില്ല. അപ്പൊ എവിടെയും ഞാൻ കുടികൊള്ളുന്നതായിട്ടും എല്ലാം എന്നിൽ അടങ്ങുന്നതായിട്ടും കാണുന്നവന് ഞാൻ ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല, എനിക്ക് അവനും നഷ്ടപ്പെട്ടു പോകുന്നില്ല. അപ്പൊ എല്ലായിടവും ഞാനുണ്ട്, അതുപോലെ തന്നെ എല്ലാറ്റിലും ഞാനുണ്ട് എന്ന് മനസ്സിലാക്കുന്നവന് ഒരിക്കലും ആര് നഷ്ടപ്പെടുന്നില്ല? ഭഗവാൻ നഷ്ടപ്പെടുന്നില്ല, ഭഗവാന് അവനും നഷ്ടപ്പെട്ടു പോകുന്നില്ല എന്നിവിടെ ഭഗവാൻ പറയുന്നത്. കൃഷ്ണാവബോധം ഉദിച്ച ഒരു വ്യക്തി ഭഗവാനെ എവിടെയും ദർശിക്കുന്നു, എല്ലാം കൃഷ്ണനിൽ അധിവസിക്കുന്നു എന്ന് കാണുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തി ഭൗതിക പ്രകൃതിയുടെ ആവിഷ്കാരങ്ങളെയെല്ലാം കൃഷ്ണശക്തിയുടേതാണെന്ന് മനസ്സിലാക്കുന്നു. അതിനാൽ അവ ഓരോന്നും കാണുമ്പോഴും അയാൾ കൃഷ്ണനെ കുറിച്ച് ബോധവാനാണ്. കൃഷ്ണനെ കൂടാതെ ഒന്നിനും നിലനിൽക്കാനാവില്ല. കൃഷ്ണനാണ് എല്ലാറ്റിന്റെയും നാഥൻ. ഇതാണ് കൃഷ്ണാവബോധത്തിന്റെ മൗലിക സിദ്ധാന്തം.
അപ്പൊ ഇവിടെ പറയുന്നത് കൃഷ്ണാവബോധം ഉദിച്ച വ്യക്തി, ഒരു വ്യക്തി ഭഗവാനെ എവിടെയും ദർശിക്കുന്നു. അപ്പൊ കൃഷ്ണാവബോധത്തിലുള്ള ഒരു വ്യക്തിക്ക് എന്ത് സാധിക്കും? എല്ലാവരുടെയും ഭഗവാനെ ദർശിക്കാനായിട്ട് സാധിക്കും. ഭഗവാൻ സർവ്വവ്യാപിയാണെന്ന് മനസ്സിലാക്കി എല്ലാറ്റിലും ഭഗവാനെ ദർശിക്കാൻ ആർക്ക് സാധിക്കും? കൃഷ്ണാവബോധം ഉദിച്ച ഒരു വ്യക്തിക്ക് സാധിക്കും. എല്ലാം കൃഷ്ണനിൽ അധിവസിക്കുന്നതാണെന്നും അദ്ദേഹത്തിന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള ഒരു വ്യക്തി ഭൗതിക പ്രകൃതിയുടെ ആവിഷ്കാരങ്ങളെല്ലാം തന്നെ, ഈ ഭൗതിക പ്രകൃതിയിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം ഭഗവാന്റെ ശക്തിയുടേതാണെന്ന് ആ വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഓരോന്ന് കാണുമ്പോഴും അയാൾ ആരെക്കുറിച്ച് ബോധവാനായിരിക്കും? ഭഗവാനെ കുറിച്ച് ബോധവാനായിരിക്കും. എന്ത് കാണുമ്പോഴും അയാൾക്ക് എന്തറിയാം? ഇതെല്ലാം ഭഗവാന്റെ സൃഷ്ടിയാണ്, ഭഗവാന്റെ ശക്തിയാണെന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് ഓരോന്ന് കാണുമ്പോഴും അയാൾ കൃഷ്ണനെ കുറിച്ച് ബോധവാനായിരിക്കും. കൃഷ്ണനെ കൂടാതെ ഒന്നിനും നിലനിൽക്കാനാവില്ല എന്ന് ആർക്കറിയാം? ആ വ്യക്തിക്ക് അറിയാം. എല്ലാറ്റിന്റെയും നാഥൻ ആരാണ്? ഭഗവാൻ കൃഷ്ണനാണെന്നും അയാൾക്കറിയാം. ഇതാണ് എന്ത്? കൃഷ്ണാവബോധത്തിന്റെ മൗലിക സിദ്ധാന്തം എന്ന് പറയുന്നത്. അപ്പൊ കൃഷ്ണാവബോധത്തില് മനസ്സിലാക്കേണ്ട നമ്മൾ എന്താണ്? എല്ലാതും ഭഗവാന്റെയാണ്. ഈ ഭൗതിക പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും, ചലിക്കുന്നതും ചലിക്കാത്തതായിട്ടുള്ള സർവ്വചരാചരങ്ങളും ആരുടെയാണ്? ഭഗവാന്റെ സൃഷ്ടിയാണ്. എല്ലാറ്റിന്റെയും ഉടമസ്ഥൻ ആരാണ്? ഭഗവാനാണ്. എല്ലാറ്റിന്റെയും നാഥൻ ആരാണ്? ഭഗവാനാണ്. ഇത് മനസ്സിലാക്കുക എന്നുള്ളതാണ് എന്ത്? കൃഷ്ണാവബോധത്തിന്റെ മൗലിക സിദ്ധാന്തം എന്ന് പറയുന്നത്. പ്രേമാഞ്ജന ചുരിത ഭക്തി വിലോചനേന സന്ധാ സദൈവ ഹൃദയേഷു വിലോകയന്തി യം ശ്യാമ സുന്ദരമചിന്യ ഗുണസ്വരൂപം ഗോവിന്ദമാദി പുരുഷം തമഹം ഭജാമി. ഭക്തന്റെ പ്രേമാഞ്ജനം എഴുതിയ കണ്ണുകൾക്ക് എപ്പോഴും ദൃശ്യനായിട്ടുള്ള ആദി പുരുഷനായ ഗോവിന്ദനെ ഞാൻ ഭജിക്കുന്നു. ഭക്ത ഹൃദയത്തിലത്രേ തന്റെ ശാശ്വതമായ ശ്യാമസുന്ദര രൂപത്തിൽ അവിടുന്ന് വാഴുന്നത്. അപ്പോൾ പറയുന്നത് ഭക്തന്റെ പ്രേമാഞ്ജനം എഴുതിയ കണ്ണുകൾക്ക് എപ്പോഴും ദൃശ്യനായിട്ടുള്ള, ഭക്തന്റെ ആ പ്രേമം കൊണ്ട് അഞ്ജനം എഴുതിയ കണ്ണുകൾക്ക് എപ്പോഴും ദൃശ്യനായിട്ടുള്ള ആദിപുരുഷനായിട്ടുള്ള ഗോവിന്ദനെ ഞാൻ ഭജിക്കുന്നു. ഭഗവാൻ എവിടെ ഇരിക്കുന്നത്? ഭക്ത ഹൃദയത്തിലാണ് തന്റെ ശാശ്വതമായ ശ്യാമസുന്ദര രൂപത്തിൽ ഭഗവാൻ വാഴുന്നത്. അപ്പൊ ഭഗവാൻ എവിടെ ഇരിക്കുന്നത്? ഭക്തന്മാരുടെ ഹൃദയത്തില്. ഏത് രൂപത്തിലാ ഭഗവാൻ ഏത് രൂപത്തിലാണ്? ശാശ്വതമായ ശ്യാമസുന്ദര രൂപത്തിലാണ് ഭഗവാൻ വാഴുന്നത്. ഏതാണ് ശ്യാമസുന്ദര രൂപം? ഭഗവാന്റെ ശ്യാമസുന്ദര രൂപം ഏതാ? നീലവർണം. നീലവർണം. ഏത് രൂപാണത്? ശ്രീകൃഷ്ണൻ. കൃഷ്ണൻ. ശ്രീകൃഷ്ണൻ. ചതുർഭുജ ചതുർഭുജല്ല, ചതുർഭുജ രൂപല്ല. ശ്യാമസുന്ദര രൂപം എന്ന് വെച്ചാല്, ശ്യാമസുന്ദര രൂപം എന്ന് വെച്ചാല് ശ്രീകൃഷ്ണനായിട്ടുള്ള രൂപം. ഓടക്കുഴലിൽ വിളിച്ചു നിൽക്കുന്ന ശ്രീകൃഷ്ണൻ ഉണ്ടല്ലോ, ത്രിഭംഗ രൂപം എന്ന് പറയാം. ആ മൂന്നൊടിവുകളുള്ള രൂപം. ഹരേ കൃഷ്ണ, കാലുകൾ പിണച്ചു വെച്ചുകൊണ്ട് ആ രൂപം നമ്മൾ എപ്പോഴും സ്മരിച്ചുകൊണ്ടിരിക്കുക. കാരണം നമ്മുടെ ഹൃദയത്തിൽ നിന്നും ഭഗവാൻ ഓടിപ്പോവില്ല ആ രൂപത്തിൽ. അതെ, അതായത് പ്രഭു പറഞ്ഞ പോലെ ത്രിഭംഗ രൂപം, കാല് പണച്ചു നിൽക്കുന്ന ആ ശ്രീകൃഷ്ണ രൂപം, അതാണ് ഇത് നമ്മൾ പറഞ്ഞ ശ്യാമസുന്ദര രൂപം എന്ന് പറയുന്ന ശ്രീകൃഷ്ണ രൂപത്തിനാ പറയുന്നത് കേട്ടോ. ശംഖ് ചക്ര ഗദാപത്മത്തോട് കൂടിയ രൂപം ചതുർഭുജ രൂപം, 4 കൈകളുള്ള രൂപം, വിഷ്ണുവിന്റെ രൂപം. അതെ. അപ്പൊ ഇവിടെ എന്താ ഈ ശ്ലോകത്തിൽ പറഞ്ഞത്? ഇവിടെ ഇതെവിടെ പറഞ്ഞു? ഇത് എവിടെ നിന്ന് എടുത്തിട്ടുള്ളതാണിത്? ഇത് എവിടത്തെ ശ്ലോകം? അത് ഒരു സ്തുതിയാണിത്. അറിയാമോ? ബ്രഹ്മസംഹിതയിലെ ബ്രഹ്മാവ് സ്തുതിക്കുന്നതാണ് ഭഗവാനത്. ബ്രഹ്മസംഹിതയിലെ ശ്ലോകങ്ങളാണിത്. പ്രേമാഞ്ജന ചുരിത ഭക്തി വിലോചനേന സന്ധാ സദൈവ ഹൃദയേഷു വിലോകയന്തി യം ശ്യാമ സുന്ദരമചിന്യ ഗുണസ്വരൂപം ഗോവിന്ദമാദി പുരുഷം തമഹം ഭജാമി. അപ്പൊ ഭഗവാൻ ഇത്രയൊക്കെ പറഞ്ഞപ്പോ അർജുനൻ എന്താ പറഞ്ഞത്? ഇപ്പോൾ എന്താ പറഞ്ഞത്? മനസ്സിനെ നിയന്ത്രിക്കണം എന്നാണ് മെയിൻ ആയിട്ട് ഭഗവാൻ പറഞ്ഞത്, അല്ലെ? മനസ്സിനെ നിയന്ത്രിക്കണം, എങ്കിൽ മാത്രമേ എന്താ സാധിക്കുള്ളൂ? യോഗിയാവാൻ സാധിക്കുള്ളൂ. മനസ്സിനെ നിയന്ത്രിച്ച് ഇന്ദ്രിയങ്ങളെയും കൂടി നിയന്ത്രിക്കുക. പിന്നെ എന്ന് പറഞ്ഞു, യോഗി ആവണമെങ്കിൽ ഭക്ഷണവും നിയന്ത്രിക്കണം, ഉറക്കവും നിയന്ത്രിക്കണം. അപ്പൊ ഇതിൽ അർജുനൻ എന്താ പറഞ്ഞത്? ചഞ്ചലം ഹീമന കൃഷ്ണ പ്രമാധി ബലവദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ വായോരിവാസു ദുഷ്കരം. എന്താ പറയണത്? ചഞ്ചലം ഹീമന കൃഷ്ണ പ്രമാധി ബലവദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ വായോരിവാസു ദുഷ്കരം. ഭഗവാനോട് അർജുനൻ പറയാണ്,
അപ്പൊ കൃഷ്ണ, മനസ്സ് ചഞ്ചലമാണ്, പ്രക്ഷുബ്ധമാണ്, വഴങ്ങാത്തതാണ്, ബലമേറിയതാണ്. അതിനെ നിയന്ത്രിക്കാനായിട്ട് കാറ്റിനെ പിടിച്ചു നിർത്തുന്നതിനേക്കാളും പ്രയാസമാണ് എന്നാണ് അർജുനൻ പറയുന്നത്. എനിക്ക് തോന്നുന്നത് കാറ്റിനെ പിടിച്ചു നിർത്തുന്നതിനേക്കാളും പ്രയാസമുണ്ട് എന്നാണ് ഇവിടെ ആര് പറയുന്നത്? അർജുനൻ പറയുന്നത്. മനസ്സെന്ന് പറഞ്ഞാല് ചഞ്ചലമായിട്ടുള്ളതാണ്, പ്രക്ഷുബ്ധമായിട്ടുള്ളതാണ്, വഴങ്ങാത്തതാണ്, ബലമേറിയതാണ് കൃഷ്ണ. അതിനെ നിയന്ത്രിക്കാൻ കാറ്റിനെ പിടിച്ചു നിർത്തുന്നതിനേക്കാളും പ്രയാസമാണ്. കാറ്റിനെ പിന്നെയും പിടിച്ചു നിർത്താം, പക്ഷെ മനസ്സിനെ പിടിച്ചു നിർത്താനായിട്ട് പ്രയാസമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാണ് ഇവിടെ ആര് പറയുന്നത്? അർജുനൻ ഭഗവാനോട് പറഞ്ഞു. ആരാ പറയുന്നത്? അർജുനൻ. ഈ അർജുനൻ എങ്ങനെയുള്ള വ്യക്തിയാണ്? അത്രയും ദൃഢനിശ്ചയത്തോടു കൂടി ഏകാഗ്രതയോടുകൂടി ഓരോ കാര്യങ്ങൾ ചെയ്ത വ്യക്തിയാണ്. ദ്രൗപദിയുടെ വിവാഹം നടത്തത്, പിന്നെ ഗുരു പരീക്ഷണം, ആ പക്ഷിയുടെ കണ്ണില് അസ്ത്രം വിടുന്നതൊക്കെ അല്ലെ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തത് ആരാണ്? ഏകാഗ്രതയോടുകൂടി ചെയ്ത വ്യക്തിയാണ് അർജുനൻ. അങ്ങനത്തെ ആ വ്യക്തിയാണ് ഇവിടെ എന്ത് പറയുന്നത്? മനസ്സിനെ പിടിച്ചു നിർത്താനായിട്ട് ബുദ്ധിമുട്ടാണെന്ന് ഭഗവാനോട് പറയുന്നത്. അപ്പൊ ഭഗവാൻ എന്താ പറയുന്നത്? ശ്രീ ഭഗവാനുവാച അസംശയം മഹാബാഹോ മനോ ദുർനിഗ്രഹം ചലം അഭ്യാസേന തു കൗന്ദേയ വൈരാഗ്യേണ ച ഗൃഹ്യതേ. അപ്പൊ ഭഗവാൻ പറഞ്ഞു, മഹാബാഹുവായ കുന്തിപുത്ര, അസ്ഥിരമായ മനസ്സിനെ അടക്കുക എന്നത് തീർച്ചയായും ദുഷ്കരമാണ്. അപ്പൊ ഭഗവാൻ അർജുനന് പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞു. അർജുനനോട് പറഞ്ഞു, ശരിയാ, നീ പറഞ്ഞത് ശരി തന്നെയാണ്. അസ്ഥിരമായ മനസ്സിനെ അടക്കാന്ന് പറയുന്നത് തീർച്ചയായിട്ടും ദുഷ്കരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ യുക്തമായ പരിശീലനം കൊണ്ടും നിസ്സംഗത കൊണ്ടും നിനക്കത് സാധിക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് അത് ചെയ്യാനായിട്ട് സാധിക്കും എന്ന് പറയാണ് ഭഗവാൻ. ഇവിടെ എന്താ പറയുന്നത്? യുക്തമായ പരിശീലനം കൊണ്ട്, നീ യുക്തമായിട്ട് പരിശീലനം ചെയ്യുക, സ്ഥിരമായിട്ട് പരിശീലനം കൊണ്ടും, പിന്നെന്താണ് പറഞ്ഞത്? നിസ്സംഗത കൊണ്ടും വൈരാഗ്യം കൊണ്ട് നമുക്ക് എന്ത് സാധിക്കും? അതായത് നമ്മളത് പ്രവൃത്തി ചെയ്യുന്നു, പക്ഷെ നമുക്ക് അതിലൊരിക്കലും എന്ത് വരുന്നില്ല, അതിനോട് ഒരു മമത ഇല്ലാതെ ചെയ്യാന്ന് പറയില്ല നമ്മള്, ഒട്ടും അതിനോട് നിസ്സംഗതയോടുകൂടി ചെയ്യാം, മമത ഇല്ലാതെ ചെയ്യാം. അങ്ങനെ ചെയ്യാനായിട്ടാണെങ്കിൽ നിനക്കത് സാധിക്കുമെന്ന് പറയണം. അപ്പൊ നീ പറഞ്ഞത് ശരിയാണ്. അസ്ഥിരമായ മനസ്സിനെ അടക്കാന്ന് പറയുന്നത് തീർച്ചയായിട്ടും ദുഷ്കരമായ ഒരു കാര്യം തന്നെയാണ്. പക്ഷെ യുക്തമായിട്ടുള്ള പരിശീലനം കൊണ്ടും നിസ്സംഗത കൊണ്ടും സാധിക്കാവുന്നതാണ് എന്ന് ഭഗവാൻ അർജുനനോട് പറഞ്ഞു കൊടുക്കാണ്. നീ പറഞ്ഞത് ശരിയാണ്, മനസ്സിനെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, ശരിയാണ്. പക്ഷേ യുക്തമായ പരിശീലനം കൊണ്ടും നിസ്സംഗത കൊണ്ടും അത് സാധിക്കും. അഭ്യാസേന തു കൗന്ദേയ വൈരാഗ്യേണ ച ഗൃഹ്യത എന്ന് പറഞ്ഞു. അപ്പൊ അഭ്യാസം കൊണ്ട്, പരിശീലനം കൊണ്ട് നിനക്കത് സാധിക്കുമെന്ന് ഭഗവാൻ ഇവിടെ അർജുനനോട് പറയാണ്. അപ്പോ അർജുനൻ ചിന്തിക്കാണ്, ഇപ്പൊ ഭഗവാൻ പറഞ്ഞ പോലെ നമ്മൾ കുറെ പരിശീലിച്ചു, നിസ്സംഗതയോട് കൂടി അതൊക്കെ ചെയ്തു, അപ്പൊ എന്നിട്ട് മനസ്സിനെ നിയന്ത്രിക്കാനൊക്കെ സാധിച്ചു. അപ്പൊ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി? ഭഗവാന്റെ സേവനമൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങി. പക്ഷേ നമ്മള് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നമുക്കത് മുഴുവനാക്കാൻ സാധിച്ചില്ല, നമുക്കത് തുടർന്ന് ചെയ്തു പോകാനായിട്ട് സാധിച്ചില്ല. അപ്പോ അർജുനൻ ചോദിക്കുന്നത്, അങ്ങനെ വന്നാൽ നമുക്ക് എന്ത് സംഭവിക്കുന്നതാണെങ്കിൽ അർജുനൻ അടുത്തത് അറിയേണ്ടത്. അർജുനൻ ചോദിക്കുന്നത്, ആ ചോദ്യം ഇതിൽ പറഞ്ഞിട്ടില്ല, പക്ഷെ നമ്മൾ പറയാം എന്താണ് ചോദിക്കുന്നത്. അർജുനൻ ചോദിക്കാണ്, ഇപ്പൊ നമ്മളിപ്പോ ഭഗവാൻ പറഞ്ഞ പോലെ പരിശീലനത്തിലൂടെ നമുക്ക് മനസ്സിനെ നിയന്ത്രിക്കാനായിട്ട് സാധിച്ചു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? ഭഗവാൻ പറഞ്ഞ പോലെ നാമം ജപിക്കാനും ഇപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മള് സേവനം ചെയ്യാനൊക്കെ തുടങ്ങി. പക്ഷെ കുറച്ചെത്തിയപ്പോ നമുക്കത് മുഴുവനാക്കി കൊണ്ടുപോകാൻ സാധിച്ചില്ല. നമ്മുടെ എന്തെങ്കിലും സാഹചര്യം കൊണ്ട് നമ്മൾ അത് ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നു. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന പോലെ കുറച്ച് ദിവസം നാമം ജപിച്ചു, പിന്നെ നമുക്ക് സാധിക്കാതെ വന്നു, നാമം ജപിക്കാൻ സാധിക്കാതെ വന്നു. അപ്പൊ നമ്മൾ ഈ ചെയ്തതിന്റെ നമുക്ക് എന്താ സംഭവിക്കാന്നുള്ളതാണ് അടുത്തത് അർജുനന്റെ ചോദ്യം. അതായത് ഇവിടെ അർജുനൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, അല്ലയോ കൃഷ്ണ, വിജയം പ്രാപിക്കാത്ത അതീന്ദ്രിയ ജ്ഞാനിയുടെ ഗതി എന്താണ്? ആരംഭത്തിൽ വിശ്വാസപൂർവ്വം ആത്മസാക്ഷാത്കാരത്തിനുള്ള പദ്ധതി കൈക്കൊള്ളുകയും പിന്നീട് ഭൗതികമായ വാസനകളാൽ വഴിതെറ്റിക്കപ്പെട്ട് യോഗത്തിന്റെ പരിപൂർണതയിലെത്താതെ പിന്മാറുകയും ചെയ്യുന്ന വ്യക്തിക്ക് എന്ത് സംഭവിക്കും? അപ്പൊ ആരംഭത്തില് ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ നാമജപത്തിനെ കുറിച്ചൊക്കെ കേട്ടപ്പോ നമുക്ക് തോന്നി ഇത് ചെയ്യാലോ എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോ നമുക്കത് ചെയ്യാൻ മടി വന്നു, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് പറ്റാതെ വന്നു. അങ്ങനെയുള്ള വ്യക്തികൾക്കൊക്കെ എന്താണ് സംഭവിക്കുന്നത്? പിന്നെ ചോദിക്കുന്നത്, അങ്ങനെ അതീന്ദ്രിയതയുടെ മാർഗത്തിൽ നിന്നും ഭ്രഷ്ടനായി തീർന്ന് ഒരാൾ ഭൗതികതയുമായോ ആധ്യാത്മികമായിട്ടോ ഉത്കർഷം നേടാനാവാതെ ഒരിടത്തും സ്ഥാനമില്ലാതെ
ചിന്ന ഭിന്നമായ മേഘത്തെ പോലെ നശിക്കും. അപ്പോ ഭൗതികതയിൽ നിന്ന് ആ വ്യക്തിക്ക് മാറാനും പറ്റി, അന്ന് ആത്മീയതയിലോട്ട് എത്തിയതുമില്ല. അപ്പൊ രണ്ടോടത്ത് സ്ഥാനം ഇല്ലാതാവുമ്പോ ചിന്ന ഭിന്നമായ മേഘത്തെ പോലെ നശിച്ചു പോകുമോ എന്നാണ് ഇവിടെ ആര് സംശയം ചോദിക്കുന്നത്? അർജുനൻ ഭഗവാനോട് സംശയം ചോദിക്കുന്നത്. അപ്പൊ ഭഗവാൻ എന്താ പറഞ്ഞു കൊടുക്കുന്നത് ഇവിടെ? ഭഗവാൻ പറയാണ്, പ്രാപ്യ പുണ്യകൃതാം ലോകാം നുഷിതാശാശ്വതീ സമഹ ശുചീനാം ശ്രീമതാം ഗേഹേ യോഗ ഭ്രഷ്ടോഭിജായതേ. അങ്ങനെ യോഗത്തിൽ പരാജിതനാകുന്ന ആൾ പുണ്യം ചെയ്തവർക്കായുള്ള ഉപരിലോകങ്ങളിൽ ആനന്ദം അനുഭവിച്ച് അസംഖ്യം സംവത്സരങ്ങൾ വാണതിനു ശേഷം നീതിനിഷ്ഠയുള്ള പുണ്യാത്മാക്കളുടെയോ ധനികരുടെയോ കുടുംബങ്ങളിൽ വന്ന് പിറക്കുന്നു. അപ്പൊ അർജുനനോട് ഭഗവാൻ പറഞ്ഞു കൊടുക്കാണ്, മംഗളകരമായിട്ടുള്ള കർമ്മങ്ങളിൽ ഏർപ്പെട്ടാല് ആ ജ്ഞാനിക്ക് ഈ ലോകത്തിലായാലും ആത്മീയ ലോകത്തിലായാലും ഒരിക്കലും എന്ത് സംഭവിക്കുന്നില്ല? നാശമുണ്ടാകുന്നില്ല. ഒരിക്കലും അങ്ങനെയുള്ള വ്യക്തികൾക്ക് ദുർഗതി ഉണ്ടാകുന്നില്ല. അവർക്ക് എന്താ സംഭവിക്കുന്നത്? അവര് പുണ്യം ചെയ്തവർക്കായിട്ടുള്ള ഉപരിലോകങ്ങളിൽ ആനന്ദം അനുഭവിച്ചുകൊണ്ട് ഇപ്പൊ നമ്മള് ക്ലാസ് കേട്ടു, ഈ 18 ദിവസത്തെ ക്ലാസ് കേട്ടു, ഒരു 10 ദിവസം നമുക്ക് നാമം ജപിക്കാൻ സാധിച്ചു. നമ്മളപ്പോ എന്നും നാമം ജപിച്ചുകൊണ്ടിരുന്നു. അപ്പൊ നമ്മൾ ആ ഒരു സമയം നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു പുണ്യകർമ്മം കൂടിയാ ചെയ്യണത്. ഭഗവാന്റെ നാമം നമ്മൾ ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭഗവത്ഗീത നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക ഈ ഒരു മണിക്കൂർ. വേറെ എന്തൊക്കെ ചെയ്യാം നമുക്ക്? പക്ഷെ നമ്മൾ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് എന്ത് പ്രവൃത്തി തന്നെയാണ്? ആത്മീയ ഭഗവാനുമായി ബന്ധപ്പെട്ട പ്രവർത്തികളാണ് അല്ലെ? അപ്പൊ ഇങ്ങനത്തെ പ്രവർത്തികൾ നമ്മൾ ചെയ്തുകൊണ്ട്, ഭഗവാന്റെ സേവനാണ് ഇതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോ നമുക്ക് പരാജിതനായി കഴിഞ്ഞു. നമ്മളത് പിന്നീട് ഇതൊക്കെ നിർത്തിയപ്പോ ആദ്യം നമ്മൾ ആ ചെയ്തതിന്റെ ഫലം നമുക്ക് കിട്ടണം. നമ്മൾ ചെയ്തത് എന്ത് പ്രവൃത്തിയാണ്? പുണ്യപ്രവൃത്തിയായിട്ട് മാറി. ഭഗവാനുമായി ബന്ധപ്പെട്ടതാണ് അതൊക്കെ. അപ്പൊ ആ പുണ്യം ചെയ്തതിന്റെ ഫലം അനുഭവിക്കാനായിട്ട് നമുക്ക് എവിടെ പോണം? സ്വർഗലോകത്തിൽ പോണം. ഉപരിലോകങ്ങളിലെ സ്വർഗലോകത്തിൽ പോയിട്ട് അതിന്റെ ആനന്ദം അനുഭവിക്കും. അങ്ങനെ അസംഖ്യം സംവത്സരങ്ങള് അതിന്റെ ഫലം അനുഭവിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ എവിടെ വന്ന് ജന്മം എടുക്കണം? ഭൂമിയിൽ വന്ന് ജന്മം എടുക്കണം. അങ്ങനെ ഭൂമിയിൽ വന്ന് ജന്മം എടുക്കുമ്പോ നമ്മൾ എങ്ങനെയുള്ള കുടുംബത്തിലായിരിക്കും ജനിക്കുന്നത്? ഭൂമിയിൽ ജന്മം എടുക്കുമ്പോ ധർമ്മബോധമുള്ള വൈഷ്ണവ കുടുംബത്തിലോ ബ്രാഹ്മണ കുടുംബത്തിലോ കുലശ്രേഷ്ഠരുടെ കുടുംബത്തിലോ ധനാഢ്യന്റെ കുടുംബത്തിലോ അതായത് ധനികരുടെ കുടുംബങ്ങളിലോ ഒക്കെ ആയിരിക്കും വന്ന് ജന്മം എടുക്കേണ്ടി വരിക. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ചെയ്ത ആ പുണ്യഫലം നമ്മൾ അനുഭവിക്കും ഉപരിലോകങ്ങളിൽ പോയിട്ട്. അതിനുശേഷം വീണ്ടും നമ്മള് ഈ ഭൗതിക ലോകത്തില് ഭൂമിയിൽ വന്ന് ജന്മം എടുക്കും. അങ്ങനെ ജന്മം എടുക്കുമ്പോ നമ്മൾ എങ്ങനെയുള്ള കുടുംബങ്ങളിലായിരിക്കും ജന്മം എടുക്കുന്നത്? ധനാഢ്യരുടെ കുടുംബങ്ങളില്, ധനികരുടെ കുടുംബങ്ങളിലായിരിക്കും, പുണ്യാത്മാക്കളുടെ കുടുംബങ്ങളില്, നീതിനിഷ്ഠയുള്ളവരുടെ കുടുംബങ്ങളില്, വൈഷ്ണവ കുടുംബങ്ങളിലോ ബ്രാഹ്മണ കുടുംബങ്ങളിലോ ഒക്കെ ആയിരിക്കും വന്ന് ജന്മം എടുക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമ്മൾ ഈ ചെയ്യുന്നതിന്റെ ഫലം ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, സ്വല്പം അഭ്യസ്യ ധർമ്മസ്യ ത്രായത്തെ മഹതോ ഭയാത് എന്ന് പറഞ്ഞു. സ്വല്പം അഭ്യസിച്ചാൽ പോലും നമുക്ക് അതിന്റെ ഫലം നമുക്ക് കിട്ടും. യോഗിനാമപി സർവേഷാം മദ്ഗതേനാന്തരാത്മന ശ്രദ്ധാവാൻ ഭജതേ യോ മാം സമേ യുക്തതമോ മതഃ. ഇനി ഭഗവാൻ യോഗികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായ യോഗി ആരാണെന്ന് പറയാണ്. പൂർണ്ണ വിശ്വാസത്തോടെ എപ്പോഴും എന്നിൽ തന്നെ നിലകൊള്ളുകയും എന്നെ തന്നെ ധ്യാനിച്ചുകൊണ്ട് പ്രേമപൂർവ്വം എന്റെ ദിവ്യ സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവനാണ് എല്ലാ യോഗികളെയും വെച്ച് അത്യുത്തമനായിട്ടുള്ള യോഗി. എന്നോട് ദൃഢതമമായി യോഗത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നവനും. ഇതാണ് എന്റെ അഭിപ്രായം. അപ്പോ പൂർണ്ണ വിശ്വാസത്തോടെ എപ്പോഴും എന്നിൽ തന്നെ നിലകൊള്ളുക, എന്നെ ധ്യാനിച്ചുകൊണ്ട് പ്രേമപൂർവ്വം എന്റെ ദിവ്യ സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ ചെയ്യുന്നവനാണ് ആര്? എല്ലാ യോഗികളെയും വെച്ച് ഏറ്റവും ഉത്തമനായിട്ടുള്ള യോഗി. എന്നോട് ദൃഢതമമായ യോഗത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നവനും ആരാണ്? ഈ തരത്തിലുള്ള യോഗിയാണ്. ഇതാണ് എന്റെ അഭിപ്രായം. അപ്പൊ പൂർണ്ണ വിശ്വാസത്തോടെ എപ്പോഴും എന്നിൽ തന്നെ നിലകൊള്ളുന്നു, എന്നെ തന്നെ ധ്യാനിച്ചുകൊണ്ട് പ്രേമപൂർവ്വം എന്റെ ദിവ്യ സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവനാണ് എല്ലാ യോഗികളിൽ വെച്ച് ഉത്തമനായിട്ടുള്ള യോഗി. എന്നോട് ദൃഢതമമായ യോഗത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നവനും ആരാണ്? ഈ തരത്തിലുള്ള വ്യക്തിയാണെന്നാണ് ഭഗവാന്റെ അഭിപ്രായത്തില് പറയുന്നത്. അപ്പൊ ഭഗവാൻ പറയാണ്, ആരാണ് ഉത്തമനായിട്ടുള്ള യോഗി? എപ്പോഴും ഭഗവാനിൽ തന്നെ വിശ്വാസത്തോടെ നിലകൊള്ളുന്നു, എപ്പോഴും ഭഗവാനെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നു, പ്രേമപൂർവ്വം ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ളവനാണ് ആര്? ഉത്തമനായിട്ടുള്ള യോഗി എന്ന് ഭഗവാൻ പറയുന്നു. ഇത്രയാണ് നമ്മുടെ 6ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. ഇനി നാമജപത്തെ കുറിച്ചും കൂടി പറയുന്നുണ്ട്. ഭക്തിയോഗം. നമുക്കറിയാം 4 യുഗങ്ങള്, സത്യയുഗം,
ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. സത്യയുഗത്തിൽ നമ്മൾ പറഞ്ഞു ഏതാണ്? ധ്യാനമാണ് നമ്മളെ എന്തിലേക്ക് നയിക്കുന്നത്? ആത്മസാക്ഷാത്കാരത്തിലേക്ക് നയിക്കുന്നത്. ത്രേതായുഗത്തിലെ യജ്ഞമാണ്, ദ്വാപരയുഗത്തിലെ വിഗ്രഹാരാധനയാണ്, കലിയുഗത്തിൽ എന്താണ്? ഹരിനാമ സങ്കീർത്തനം, ഭഗവാന്റെ നാമം സങ്കീർത്തനം ചെയ്യുക. ഹരിനാമ സങ്കീർത്തനമാണ് കലിയുഗത്തിൽ പറഞ്ഞിരിക്കുന്ന യജ്ഞം നമുക്ക്. അപ്പൊ കലിയുഗത്തില് നമുക്കറിയാം ഇവിടെ പറയുന്നത് ഹരേർ നാമ ഹരേർ നാമ ഹരേർ നാമൈവ കേവലം കലോർ നാസ്തൈവ 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 ഗതിരന്യഥ എന്ന പറഞ്ഞ കലിയുഗത്തില് ഹരിയുടെ നാമം ജപിക്കാന്നല്ലാതെ ഹരേർ നാമ ഹരേർ നാമ ഹരേർ നാമൈവ കേവലം അല്ലാതെ നമുക്ക് വേറൊരു വഴിയില്ല എന്ന് പറയുന്നത്. നാസ്തൈവ 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 ഗതിരന്യഥ. കലിയുഗത്തില് ഹരിയുടെ നാമം ജപിക്കാന്നല്ലാതെ നമുക്ക് വേറൊരു വഴിയില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഇത് ഭക്തിയോഗ, നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ഭക്തിയോഗ മറ്റുള്ളതിനെ സംബന്ധിച്ച് വ്യത്യാസമാണെന്ന് പറയാൻ കാരണം എന്താണ്? ഏറ്റവും ശ്രേഷ്ഠമായതാണ് എന്ത്? ഭക്തിയോഗം. നമ്മൾ ഭക്തിയോഗം മറ്റുള്ള യോഗകളും തമ്മിലുള്ള വ്യത്യാസം, ഭക്തിയോടുകൂടി ഭഗവാന് സേവനം ചെയ്യാന്ന് വെച്ചാൽ നേരിട്ട് ഭക്തിയോഗം എങ്ങനെയാണ്? ഡയറക്റ്റ് എൻട്രി ആണ് ഭഗവാന്റെ അടുത്തേക്ക്. നമ്മൾ ലിഫ്റ്റിൽ കയറി പോകുന്ന പോലെ പെട്ടെന്ന് അങ്ങോട്ട് എത്തും. പക്ഷെ സ്റ്റെപ്പ് കയറി പോകുമ്പോഴോ സമയം പിടിക്കും. ചിലപ്പോ നമ്മൾ ക്ഷീണിക്കുമ്പോ അവിടെ ഇരിക്കും, ചിലപ്പോ നമ്മൾ നിർത്തി താഴ്ത്തിക്ക് തന്നെ പോരും, പലതും സംഭവിക്കാം. പക്ഷെ ഇതിലെങ്ങനെയാണ്? ഒരു ബട്ടൺ ഇട്ടാൽ നേരെ മുകളിൽ പോയിട്ട് നിൽക്കുള്ളൂ നമ്മൾ, അല്ലെ? അതേപോലെ തന്നെയാണ് എന്ത്? ഈ സ്റ്റെപ്പ് കയറി പോണതും ഇതും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ഭക്തിയോഗം അതേപോലെയാണ്. ഭക്തിയോഗം നേരിട്ട് ഭഗവാന്റെ അടുത്തേക്കുള്ള എൻട്രിയാണ്. ഭഗവാന്റെ അടുത്തേക്ക് ഭഗവാനെ പ്രാപിക്കാനായിട്ട് സാധിക്കും. പക്ഷെ മറ്റുള്ള യോഗകളിലും കൂടെ പോയാലും നമ്മൾ എവിടേക്ക് എത്തണം? ഭക്തിയോഗത്തിൽ എത്തിയാലേ ഭഗവാന്റെ അടുത്തേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. ഭക്തിയിലൂടെ അല്ലാതെ ഭഗവാനെ പ്രാപിക്കാനായിട്ട് യാതൊരു. അപ്പൊ ഏറ്റവും നല്ലത് ഏതാണ്? ഭക്തിയോഗത്തിലേക്ക് നേരിട്ട് ഭഗവാനെ സേവനം ചെയ്യാന്നുള്ളതാണ്. ഭക്തിയുടെ സേവനമാണ് ഏറ്റവും എളുപ്പത്തിൽ ഭഗവാനെ പ്രാപിക്കാനുള്ള മാർഗം. ശാസ്ത്രീയമായ അടിസ്ഥാനങ്ങൾ പറയുന്നത് കലിയുഗത്തിൽ 500 വർഷങ്ങൾക്ക് മുമ്പ് ചൈതന്യ മഹാപ്രഭുവായിട്ട് ഭഗവാൻ അവതരിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? ഹരിനാമ സങ്കീർത്തനം പ്രചരിപ്പിക്കാൻ. ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവായിട്ട് ഒരു ഭക്തന്റെ ഭാവത്തിലാണ് ആര് വന്നത്? ചൈതന്യ മഹാപ്രഭുവായിട്ട് ഭഗവാൻ വന്നത്. എന്തിനാണ്? ഒരു ഭക്തന്റെ മനോഭാവം എങ്ങനെയാണെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട്, ഹരിനാമം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ആണ് ആര് വന്നത്? ഭഗവാൻ സ്വയം ചൈതന്യ മഹാപ്രഭുവായിട്ട് അവതരിക്കുന്നത്. കാരണം ഒരു ഭക്തന്റെ മനോഭാവം എന്താണെന്ന് മനസ്സിലാക്കാനും ഹരിനാമ സങ്കീർത്തനം പ്രചരിപ്പിക്കുക എന്നതുമായിരുന്നു ആരുടെ ലക്ഷ്യം? അവതാരത്തിന്റെ ഉദ്ദേശം. ചൈതന്യ മഹാപ്രഭുവിന്റെ അവതാര ഉദ്ദേശം. കലിയുഗത്തിന്റെ കാലഘട്ടത്തിൽ ആളുകൾ ദൈവത്തിന്റെ പരമോന്നത വ്യക്തിത്വത്തിന്റെ വിശുദ്ധ നാമങ്ങൾ ചൊല്ലണം. നാരായണീയ സംഹിതയിൽ പറയുന്നതാണ് കലിയുഗത്തിന്റെ കാലഘട്ടത്തിൽ, കലിയുഗ ഘട്ടത്തിൽ എല്ലാവരും എന്ത് വേണം? ഭഗവാന്റെ വിശുദ്ധ നാമങ്ങൾ ചൊല്ലണം. ഭഗവാന്റെ നാമം ചൊല്ലാന്നുള്ളതാണ് കലിയുഗത്തില് എല്ലാവരും ചെയ്യേണ്ടത്. നാരായണീയ സംഹിതയില് പറയുന്നതാണ്. കലിസന്തോപനിഷത്തിൽ പറയുന്നത് എല്ലാ വേദസാഹിത്യങ്ങളിലൂടെയും തിരഞ്ഞതിന് ശേഷം ഹരേ കൃഷ്ണ മന്ത്രോച്ചാരണത്തെക്കാൾ ഈ കാലഘട്ടത്തിൽ ഗംഭീരമായൊരു രീതി കണ്ടെത്താൻ കഴിയില്ല. അപ്പോ കലിസന്തോപനിഷത്തിൽ പറയുന്നത് എല്ലാ വേദസാഹിത്യങ്ങളും തിരഞ്ഞാലും ഹരേ കൃഷ്ണ മഹാമന്ത്രത്തെക്കാൾ ഈ കാലഘട്ടത്തില് ഇതിനേക്കാളും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു രീതി കണ്ടെത്താൻ സാധിക്കില്ല. അപ്പൊ അത്രയും ശ്രേഷ്ഠമായിട്ടുള്ളതാണ് എന്ത്? കലിയുഗത്തില് ഹരേ കൃഷ്ണ മഹാമന്ത്രം. പ്രിയപ്പെട്ട രാജാവേ, ശ്രീമദ് ഭാഗവതം 12-ാം സ്കന്ധം 3-ാം അധ്യായം 51-ാം ശ്ലോകത്തിൽ പറയുന്നത്, എന്റെ പ്രിയ രാജാവേ, കലിയുഗത്തിൽ തെറ്റുകൾ നിറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ പ്രായത്തെക്കുറിച്ച് ഒരു നല്ല ഗുണം ഇപ്പോഴുമുണ്ട്. എന്താണ്? ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലുക. അതിലൂടെ ഭൗതിക അടിമത്തത്തിൽ നിന്ന് മുക്തനാവുകയും അതീന്ദ്രിയ രാജ്യത്തിലേക്ക് ഉയർത്തപ്പെടുകയും ചെയ്യും. അപ്പൊ കലിയുഗം എന്ന് പറയുന്നത് എന്താണ്? തെറ്റുകൾ നിറഞ്ഞ യുഗമാണ്. പക്ഷെ എന്നാലും ഈ യുഗത്തിൽ ഒരു ഗുണം എന്താണ്? ഭഗവാന്റെ നാമം ജപിക്കാൻ സാധിക്കുന്നതാണ്. ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാം. അതിലൂടെ നമുക്ക് എന്ത് സാധിക്കും? മുക്തി നേടാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഈ കലിയുഗത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു ഗുണമായിട്ട് പറയുന്നത്. കലിയുഗത്തിൽ പൊതുവെ എല്ലാവരും തെറ്റുകൾ നിറഞ്ഞവരാണ്. പക്ഷെ ഇതിന്റെ ഗുണം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാൻ സാധിക്കും എന്നുള്ളതാണ് കലിയുഗത്തിന്റെ പ്രത്യേകതയായിട്ട് പറയുന്നത്. പിന്നെ തിരുനാമങ്ങളില് ഭഗവാൻ യജ്ഞങ്ങളിൽ ഭഗവാൻ തിരുനാമ ജപമാണെന്ന് പറയുന്നു. യജ്ഞാനാം ജപ യജ്ഞോസ്മി എന്നാ പറയുന്നത്. അപ്പൊ യജ്ഞങ്ങളില് ഭഗവാൻ ആരാണ്? തിരുനാമ ജപമാണെന്ന് ഭഗവത്ഗീത 10-ാം അധ്യായം 25-ാം ശ്ലോകത്തിൽ പറയുന്നുണ്ട്. 10-ാം അധ്യായത്തിൽ ഭഗവാൻ പറയുന്നുണ്ട് യജ്ഞങ്ങളിൽ ഞാൻ തിരുനാമ ജപമാണ് എന്ന്. ഭഗവത്ഗീതയിലെ 10-ാം അധ്യായത്തിലെ 25-ാമത്തെ ശ്ലോകത്തില് ഭഗവാൻ പറയുന്നുണ്ട് യജ്ഞങ്ങളിൽ ഞാൻ തിരുനാമ ജപമാണ്.
ഇനി ശിക്ഷാഷ്ടകത്തിൽ പറയുന്നു, അതായത് ചൈതന്യ മഹാപ്രഭു നമുക്ക് ആകെ 8 പദ്യങ്ങൾ 8 ശ്ലോകങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതാണ് ശിക്ഷാഷ്ടകം എന്നറിയപ്പെടുന്നത്. ആ ശിക്ഷാഷ്ടകത്തില് പറയുന്നത് എന്താണ്? എന്റെ ഭഗവാനെ, ദൈവത്തിന്റെ പരമോന്നത വ്യക്തിത്വമേ, അങ്ങയുടെ വിശുദ്ധ നാമത്തിൽ ജീവനുള്ള സത്തയ്ക്ക് എല്ലാ ഭാഗ്യവുമുണ്ട്. അതിനാൽ അങ്ങേക്ക് കൃഷ്ണ, ഗോവിന്ദ എന്നിങ്ങനെ നിരവധി പേരുകളുണ്ട്. അങ്ങയുടെ എല്ലാ കഴിവുകളും ആ പേരുകളിൽ നിക്ഷേപിച്ചു. അവിടെ അവ ഓർമ്മിക്കുന്നതിനുള്ള കഠിനവും വേഗത്തിലുള്ളതുമായ നിയമങ്ങളല്ല. അപ്പോ ഭഗവാന്റെ പേര് എന്ന് പറഞ്ഞ ഭഗവാന്റെ പരമോന്നത വ്യക്തിത്വമേ, അങ്ങയുടെ വിശുദ്ധ നാമത്തില് ഭഗവാൻ ജീവനുള്ള സത്തയ്ക്ക് എല്ലാ ഭാഗ്യമുണ്ട്. എന്താണ്? ഭഗവാന്റെ കൃഷ്ണ, ഗോവിന്ദ എന്നിങ്ങനെ നിരവധി പേരുകളുണ്ട്. അപ്പൊ ഭഗവാന്റെ നാമവും ഭഗവാനും തമ്മില് യാതൊരു വ്യത്യാസവും ഇല്ല. ഭഗവാനും ഭഗവാന്റെ നാമവും തമ്മില് യാതൊരു വ്യത്യാസമില്ല. ഭഗവാന്റെ എല്ലാ കഴിവുകളും എന്തിലുണ്ട്? ഭഗവാന്റെ നാമത്തിലുണ്ട്. അപ്പൊ നമ്മൾ ഭഗവാന്റെ നാമം ചൊല്ലും തോറും നമുക്ക് എന്ത് കിട്ടും? ഭഗവാന്റെ ആ കാരുണ്യം നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. ഭഗവാന്റെ നാമവും ഭഗവാനും തമ്മില് യാതൊരു വ്യത്യാസമില്ല. ഡൂസ് ഓഫ് ചാൻഡിങ്, നാമം ജപിക്കുമ്പോ എന്തൊക്കെ നമുക്ക് ചെയ്യാം എന്നാണ് പറയുന്നത്. ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലാൻ തുടങ്ങുന്നതിന് മുമ്പ് പഞ്ചതത്വ മന്ത്രം ചൊല്ലണം. അപ്പൊ നമ്മൾ ആദ്യം എന്ത് വേണം? പഞ്ചതത്വ മന്ത്രം ചൊല്ലിയിട്ട് വേണം നാമജപം തുടങ്ങാനായിട്ട്. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗര ഭക്തവൃന്ദ. ഏതാണ് പഞ്ചതത്വ മന്ത്രം ഈ പറഞ്ഞത്? ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗര ഭക്തവൃന്ദ. ഇതാണ് പഞ്ചതത്വ മന്ത്രം എന്നറിയുന്നത്. ഇത് ജയ ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞത് ആരാണ്? ശ്രീകൃഷ്ണ ചൈതന്യ മഹാപ്രഭു എന്ന് പറയുന്നത് ശ്രീകൃഷ്ണ ഭഗവാനാണ്. ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. നിത്യാനന്ദൻ എന്ന് പറയുന്നത് ബലരാമനാണ്. അദ്വൈതാചാര്യർ എന്ന് പറയുന്നത് മഹാദേവനും വിഷ്ണുവും കൂടിയിട്ടുള്ള അവതാരമാണ് അദ്വൈതാചാര്യർ. ഗദാധര പണ്ഡിറ്റ് എന്ന് പറയുന്നത് രാധാറാണിയാണ്. ശ്രീവാസൻ എന്ന് പറയുന്നത് നാരദ മഹർഷിയാണ്. അപ്പൊ ഇവരെ 5 പേരെ പ്രണമിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് തുടങ്ങുന്നത്? മഹാമന്ത്രം ചൊല്ലാനായിട്ട് തുടങ്ങുന്നത്. മഹാമന്ത്രം ചൊല്ലുന്നതിനായിട്ട് മന്ത്രം ശ്രവിക്കുക, മന്ത്രം കേൾക്കാൻ, നമുക്ക് കേൾക്കേണ്ട രീതിയിൽ മന്ത്രം ശ്രവിച്ചിട്ട് വേണം ചൊല്ലാൻ. അതായത് ഭയങ്കര പതുക്കെ ചൊല്ലരുത്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. നമ്മൾ ചൊല്ലുമ്പോൾ നമുക്ക് തന്നെ കേൾക്കാൻ പറ്റുന്നത്. ആ രീതിയിലായിരിക്കണം നമ്മൾ മന്ത്രം ചൊല്ലേണ്ടത്. ഓരോ പേരും വ്യക്തമായി ഹരേ കൃഷ്ണ രാമ എന്ന് ഉച്ചരിക്കണം. അപ്പൊ ഓരോ പേരും എങ്ങനെ ഉച്ചരിക്കണം? വ്യക്തമായിട്ട് ഉച്ചരിക്കണം. ഹരേ കൃഷ്ണ രാമ എന്ന് വ്യക്തമായിട്ട് ഓരോ പേരും നമ്മൾ ഉച്ചരിച്ചിരിക്കണം. പിന്നെ എങ്ങനെയാണ് മന്ത്രം ചൊല്ലേണ്ടത്? ആദരവോടെ, ഭക്തിയോടെ മന്ത്രിക്കണം. കാരണം ഭഗവാനും ഭഗവാന്റെ നാമവും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല, നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ. അപ്പൊ ആ ഭഗവാൻ എന്നുള്ള ആദരവോട് കൂടി, ഭക്തിയോട് കൂടി ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഭഗവാന്റെ നാമം ചൊല്ലേണ്ടത്. ഏത് സമയത്തും ഏത് സ്ഥലത്തും ജപം ചെയ്യാനായിട്ട് സാധിക്കും. ഇരുന്നു കൊണ്ടോ നടന്നുകൊണ്ടോ ഏത് ദിശയിലും അഭിമുഖീകരിച്ച് നിങ്ങൾക്ക് ജപം ചെയ്യാൻ കഴിയും. അപ്പൊ ജപം ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന സ്ഥലത്ത് തന്നെ ഇരിക്കണം എന്നില്ല. ഇരുന്നു കൊണ്ടായാലും നടന്നുകൊണ്ടായാലും ഏത് ദിശയിലേക്കായാലും ഇരുന്നു കൊണ്ട് നാമം ജപിക്കാനായിട്ട് സാധിക്കും. എപ്പ വേണമെങ്കിലും മഹാമന്ത്രം ചൊല്ലാം. അപ്പൊ മഹാമന്ത്രം ചൊല്ലാനായിട്ട് ഇന്ന സമയത്ത് മാത്രമേ ചൊല്ലാൻ പാടുള്ളൂ എന്നില്ല. എപ്പ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? മന്ത്രം ജപിക്കാം. പക്ഷെ അതിരാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ മന്ത്രം ചൊല്ലാൻ ശുപാർശ ചെയ്യുന്നു. പക്ഷെ നല്ലത് എന്താണ്? ബ്രഹ്മമുഹൂർത്തത്തിൽ മന്ത്രം ചൊല്ലുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ട് പറയുന്നത്. കുളിക്കുന്നതിന് മുമ്പോ ശേഷമോ നിങ്ങൾക്ക് ജപം ചെയ്യാം. അപ്പൊ കുളിക്കുന്നതിന് മുമ്പായാലും നമുക്ക് എന്ത് ചെയ്യാം? നാമം ജപിക്കാം. കുളിച്ചതിന് ശേഷം നാമം ജപിക്കാം. എങ്ങനെയായാലും നമുക്ക് നാമം ജപിക്കാം. എണ്ണം വെച്ച് മഹാമന്ത്രം ചൊല്ലുന്നത് ശുപാർശ ചെയ്യുന്നു. അപ്പൊ നാമം ജപിക്കുമ്പോ എണ്ണം വെച്ചിട്ടായിരിക്കണം മന്ത്രം ചൊല്ലേണ്ടത്. ഒരു ജപമാലയിലായിരിക്കണം നാമം ചൊല്ലേണ്ടത്. 108 മുത്തുകളുള്ള ഒരു മാലയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നാമം ജപിക്കുന്നത്. അപ്പൊ എണ്ണം വെച്ചിട്ട് വേണം മഹാമന്ത്രം ചൊല്ലാനായിട്ട്. ഹരേ കൃഷ്ണ മഹാമന്ത്രം ദിവസേന 108 തവണയെങ്കിലും ജപിക്കണം. ഒരു ദിവസം 108 തവണയെങ്കിലും നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ജപിക്കണം, നാമം ജപിക്കണം. എന്താണ് മന്ത്രം? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അപ്പൊ ഓരോ ദിവസവും കുറഞ്ഞത് 108 തവണ. ഒരു മാല എന്ന് പറഞ്ഞാല് 108 മുത്താണ്. അങ്ങനെ ആയിരിക്കണം നമ്മള് നാമം ജപിക്കേണ്ടത്. ഇനി എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തെന്ന് പറയാണ്.
മഹാമന്ത്രത്തിന്റെ ഒരു ഭാഗം മാത്രം ചൊല്ലരുത്. അതായത് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന് പറഞ്ഞ് നിർത്തരുത്. ഹരേ രാമ 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 ഹരേ ഹരേ അതുകൂടി ചൊല്ലിയാലേ മഹാമന്ത്രം മുഴുവനാകുള്ളൂ. ഒരു ഭാഗം മാത്രം ചൊല്ലി നിർത്തരുത്. ജപമാലയിലെ കൃഷ്ണമുത്തിൽ മന്ത്രം ചൊല്ലരുത്. അപ്പൊ ജപമാലയിൽ നമുക്കറിയാം ഈ 108 മുത്ത് കൂടാതെ ഒരു മുത്ത് എക്സ്ട്രാ മുകളിലേക്ക് കെട്ടി നിൽക്കുന്നുണ്ടാവും. ആ മുത്തിന് ഗുരുമുത്ത് അല്ലെങ്കിൽ കൃഷ്ണമുത്ത് എന്നാണ് പറയുന്നത്. ആ കൃഷ്ണമുത്തില് പഞ്ചതത്വ മന്ത്രമാണ് ചൊല്ലേണ്ടത്. അവിടെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നാമം ചൊല്ലാനായിട്ട് മന്ത്രം ചൊല്ലാനായിട്ട് പാടില്ല. പുസ്തകമോ പത്രമോ വായിക്കുമ്പോൾ ഒരാൾ മന്ത്രം ചൊല്ലരുത്. TV, മൊബൈൽ തുടങ്ങിയവ കാണുമ്പോൾ മന്ത്രം ചൊല്ലരുത്. TV കണ്ടുകൊണ്ടോ മൊബൈൽ നോക്കിക്കൊണ്ടോ പുസ്തകം വായിച്ചുകൊണ്ടോ പത്രം വായിച്ചുകൊണ്ടോ മന്ത്രം ജപിക്കാനായിട്ട് പാടില്ല. ഈ നാമജപത്തിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാണ്. നാമജപം കൊണ്ട് മനസമാധാനം, യഥാർത്ഥ സന്തോഷം അനുഭവിക്കാനും മനസമാധാനം കിട്ടാനും എന്തുകൊണ്ട് സാധിക്കും? നാമജപം കൊണ്ട് സാധിക്കും. നമുക്ക് മനസമാധാനം അനുഭവിക്കാൻ സാധിക്കും. യഥാർത്ഥ സന്തോഷം അനുഭവിക്കാനും നമുക്ക് എന്തിലൂടെ സാധിക്കും? നാമജപത്തിലൂടെ സാധിക്കും. ജ്ഞാനത്തിന്റെ ഉദയം നമുക്ക് ഉണ്ടാകും. പിന്നെ ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ടോ കൂട്ടമായിട്ടോ നമുക്ക് എന്ത് ചെയ്യാം? നാമം ജപിക്കാം. ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് ജപിക്കാം. കൂട്ടമായിട്ട് ചെയ്യുമ്പോൾ അതെന്തായി? സങ്കീർത്തനമായി. നമുക്ക് ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് കൂട്ടായിട്ടും നാമം ജപിക്കാം. ഏത് ദിശയിലേക്കും എങ്ങനെയും ഇരുന്നിട്ട് നമുക്ക് നാമം ജപിക്കാനായിട്ട് സാധിക്കും. ഇതൊക്കെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ഉത്കണ്ഠയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. നമുക്ക് നാമജപത്തിലൂടെ പിന്നെന്താണ് കിട്ടുന്നത്? ഉത്കണ്ഠകൾ കുറയും. നമ്മുടെ ഉത്കണ്ഠ ഇല്ലാതാകും. അതും നാമജപത്തിന്റെ ഒരു ഗുണാണ്. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ വഞ്ചാകൽപതരൂപേശ്ച കൃപാ സിന്ധോഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്ത കോടി വൈഷ്ണവ ഭക്തവൃന്ദി കി ജയ്. ശ്രീല പ്രഭുപാദ് കി ജയ്. ഗുരുദേവ് കി ജയ്. നിത്തായ് ഗൗര ബ്രഹ്മാനന്ദേ ഹരി ഹരി പോൽ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും നന്ദി. എല്ലാവരും സുഖമായിട്ടിരിക്കുക. ഒരു കാര്യം ചോദിച്ചോട്ടെ മാതാജി?